Mosaic India. നീ ആരെയാടാ ഈ പേടിപ്പിക്കുന്നേ? എന്നെയോ? അയ്യേ നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. ദേ നിന്റെ മുമ്പിൽ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ. തീരാ ദുഃഖമായി നീരുടെ നെഞ്ചിലേക്ക് വീണൊഴി. തമ്മിലടിച്ച് പണങ്ങാനും കെട്ടിപ്പിടിച്ചിണങ്ങാനും നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു ഇതുവരെ. നിയമവും പോലീസും ഒന്നും ഈ മുറ്റത്ത് കാലുകുത്തില്ല. അവർക്ക് വേണ്ടത് ശിക്ഷിക്കാനൊരു പ്രതിയാണെങ്കിൽ ഒന്നിന് പകരം 10 എണ്ണത്തിന് പവിത്രം കൊടുക്കും. കുറ്റമേറ്റു പറഞ്ഞ് ശിക്ഷ വാങ്ങാൻ പവിത്രന്റെ കയ്യിൽ തീറ്റിപ്പോറ്റുന്ന ഡമ്മികൾ ഒരുപാടുണ്ട്. എങ്കിലന്ന് ഇന്ദുചൂടന്റെ കോടതി നിന്റെ കേസെടുക്കും. മലയാള സിനിമ എങ്ങനെ പരാജയപ്പെടാതിരിക്കും? മരങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുകയല്ലേ. മനസ്സിലായില്ല. ബഷീർ സാർ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കുക, ഈ മലയാള സിനിമയും മരങ്ങളും തമ്മിൽ എന്താ ഇത്ര ബന്ധം? പണ്ടൊരു സിനിമ എടുത്താൽ മതി, അതിൽ 3-4 ബലാത്സംഗങ്ങൾ വീതമുണ്ടായിരുന്നു. ഇന്നതുണ്ടോ? എന്തോ നാടേ ഇത്. മിന്നാമിനിങ്ങിന്റെ ദുർഗ് വെട്ട ഇവിടെ വെട്ടോ വിളിച്ചോ തിരിയൊന്നുമില്ല. ആ ഇടയിട്ട് വെള്ളോ ഗ്ലാസ് ഇവിടെ എന്തിനാണ് 2 ഗ്ലാസ്? നമസ്കാരം. മൊസൈക്ക് ഇന്ത്യയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെയും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് സാബു തിരുവല്ല. വളരെ പ്രശസ്തനായൊരു മിമിക്രി ആർട്ടിസ്റ്റും ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ഫിലിം ആക്ടറും ഒക്കെയാണ്. നമസ്കാരം സാറേ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സന്തോഷമായിട്ടിരിക്കുന്നു. നമ്മള് ഈ പറഞ്ഞ ഒരുപാട് കാലമായി. അതെ, കുറെ കാലങ്ങളായി നമ്മളിങ്ങനെ കാണാം. എനിക്ക് സമയം കിട്ടുമ്പോൾ സാബുവിന് സമയം കിട്ടില്ല. സാബു US-ലോ യൂറോപ്പിലോ ഒക്കെ പ്രോഗ്രാമായിട്ട് പോകുന്നിരിക്കും. സാബു എന്നെ വിളിക്കുമ്പോൾ ഞാൻ സ്ഥലത്തുണ്ടാവും. ഓരോരോ കാര്യങ്ങളായിട്ട് അങ്ങനെ ഒരുപാട് നാളെ ശേഷം നമ്മൾ കണ്ടുമുട്ടുകയാണ് ഇപ്പോൾ. സാബു നമ്മുടെ തിരുവല്ലക്കാരനാണ്. കല്ലുപ്പാറയാണ് വീട്. സാബു ഈ രംഗത്ത് വന്നിട്ട് സാബു എത്ര വർഷമായിരുന്നു? 25 വർഷം മുന്നേ. നമ്മുടെ വ്യൂവേഴ്സിന് ഒരുപാട് കാര്യങ്ങൾ സാബുവിനെ കുറിച്ച് അറിയാനും സാബുവിന്റെ പെർഫോമൻസ് ഒക്കെ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് നേരിട്ട് അതിലേക്ക് തുടങ്ങാം. തീർച്ചയായിട്ടും എന്നെ കൊണ്ടാവുന്ന രീതിയിൽ തീർച്ചയായിട്ടും എന്റെ കാര്യങ്ങൾ പറയാം, പെർഫോം ചെയ്യാം. എന്തായാലും മൊസൈക്ക് ഇന്ത്യയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെയും വിനീതമായ നമസ്കാരം, എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്നതിന് സാറിനോടുള്ള ഹൃദയംഗമായ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. സന്തോഷം. സാബു, നമുക്ക് സാബുവിന്റെ ഈ അടുത്ത സമയത്ത് ഒരു പുതിയ വീഡിയോ ഇറക്കി ഡ്രഗ് മെനസിനെതിരായിട്ട്. ഇപ്പൊ നമ്മളിപ്പോ ഡ്രഗ് മാഫിയയും അല്ലെങ്കിൽ ഡ്രഗിന്റെ ദുരുപയോഗവും വളരെ കൂടി നിൽക്കുന്ന ഒരു കാര്യമാണ്. എന്തെല്ലാം വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. അതെ, അത് തന്നെയാണ് എന്നെ എങ്ങനെ ഒരു ഗവൺമെന്റിന്റെ തലത്തിൽ നിന്ന് നല്ലൊരു അതിനെതിരെയുള്ള ശക്തമായ നടപടികൾ വന്നപ്പോൾ, അപ്പോൾ ഞാനൊരു സമൂഹത്തിന്റെ പ്രതിനിധിയാണ്, അല്ലെങ്കിൽ സമൂഹമാണ് എന്നെ ഈ നിലയിൽ ഞാനാക്കി. ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ചപ്പം എനിക്ക് തോന്നി നമ്മളും എന്തെങ്കിലും ചെയ്യണം. അണ്ണാറക്കണ്ണനും തന്നാലായത് അല്ലേ, നമ്മൾ അങ്ങനെയാണല്ലോ ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെ പറ്റിയ ആളാണ്. അല്ല, അങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ ഓർത്തു, എന്നാൽ എനിക്കും എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ജനങ്ങൾക്കൊരു ബോധവൽക്കരണം കൊടുക്കണം. അപ്പം ഞാൻ ചിന്തിച്ചു എങ്ങനെയായിരിക്കണം അത്. കാരണം എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു പ്രതലത്തിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടേ കാര്യമുള്ളൂ, അല്ല നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് ഏറ്റവും പെട്ടെന്ന് അത് എൻ്റെ മനസ്സിലേക്ക് വന്നത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇന്ന് ഇല്ല മലയാളത്തിലെ ഏറ്റവും പ്രധാന, അല്ലെ മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പ്രതലം അദ്ദേഹം തന്നെയാണ് അല്ലെ. അദ്ദേഹത്തിലൂടെ എന്തെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹം മോഹൻലാലിലൂടെയാണ് സാബു ഈ ലെവലിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും അത് ഒരു വലിയ കാര്യം തന്നെയാണ്. പക്ഷെ ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത്. അപ്പൊ അദ്ദേഹത്തിലൂടെ ഇത് അവതരിപ്പിക്കുകയാണെങ്കിൽ, അദ്ദേഹം ഇത് പറയുകയാണെങ്കിൽ അത് ജനങ്ങളിലേക്ക് പെട്ടെന്ന്. അപ്പൊ അങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ ലൂസിഫർ എന്ന സിനിമയാണല്ലോ, ആ സിനിമയിലെ ഒരു സീൻ എടുത്തിട്ട് അതിലെ ഡയലോഗ് മാറ്റിയിട്ട് ഇങ്ങനെ അതായത് നമ്മുടെ ആശയം വെച്ചിട്ടുള്ള ഒരു ഡയലോഗിലേക്ക് പോയിരുന്നു. അത് അതിൻ്റെ ഒറിജിനൽ ഡയലോഗ് എന്ന് പറയുന്നത്, വർമ്മ സാറേ, നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമാണ് രാഷ്ട്രീയം എന്നതാണ് നമ്മൾ ഈ ജനങ്ങൾക്ക് സൗജന്യമായി വിറ്റ ഏറ്റവും വലിയ കള്ളം. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലാണ്. വലിയ തിന്മയും ചെറിയ തിന്മയും തമ്മിൽ. ഇത് വലിയ തിന്മയാണ്. ഈ പണി സ്റ്റീഫൻ ചെയ്യില്ല, നീയും ചെയ്യില്ല. ഇതാണ് അതിൻ്റെ ഒരു ഡയലോഗ്. അപ്പൊ ഈ ഡയലോഗ് ഞാനതങ്ങ് മാറ്റിയിട്ട് ഇങ്ങനെ ആക്കി. അപ്പൊ സാറന്മാരെ, മയക്കുമരുന്നും രാസലഹരിയും നമ്മുടെ നാട്ടിലേക്ക് യഥേഷ്ടമൊഴുക്കി പുതുതലമുറയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന കൊടും ഭീകരതയെ ശക്തമായി നേരിടേണ്ട സമയമായിരിക്കുന്നു. ഡ്രഗ്സ് നമ്മൾ ഉപയോഗിക്കരുത്,
മറ്റുള്ളവരത് ഉപയോഗിക്കാൻ അനുവദിക്കുകയുമരുത്. ഇത് വലിയൊരു പോരാട്ടമാണ്. ഈ യുദ്ധത്തിൽ നമ്മൾ ജയിക്കണം, തോൽക്കണം ഡ്രഗ് മാഫിയ. തകർത്തു. കാരണം ഇത് അങ്ങനെ ചെയ്യണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ലിപ്പ് സിങ്ക് ചെയ്യണം, നമ്മൾ ഈ ഡയലോഗ് ലിപ്പ് സിങ്ക് ചെയ്യണം. അത് നമ്മൾ അതിലേക്ക് ഡബ് ചെയ്യുകയില്ല. അപ്പോൾ അതിനൊത്ത അതായത് നമ്മുടെ ഈ കണ്ടന്റ് അതായിരിക്കണം, നമുക്ക് ആ ഡയലോഗ് കറക്റ്റ് ആയിരിക്കണം, ലിപ്പ് സിങ്ക് ചെയ്യണം, ആ വേരിയേഷൻസ് എല്ലാം വേണം. ഇത്തിരി പണിയാണ് കേട്ടോ. സാബു ഏതാണ്ട് 2 പതിറ്റാണ്ടിലേറെ കാലമായി ഈ കലാരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. സാബു എങ്ങനെയാണ് ഈ കലാരംഗത്തേക്ക്, പ്രത്യേകിച്ച് ഈ മിമിക്രി രംഗത്തേക്ക് വരുന്നത് എങ്ങനെയാണ്? ഞാനൊരു പക്കാ ഗ്രാമം, അതായത് കല്ലുപ്പാറ, തിരുവല്ലയിലെ കല്ലുപ്പാറ എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഗ്രാമത്തിൽ ജനിച്ച ആളാണ്. അപ്പോൾ എനിക്ക് മുന്നിൽ കണ്ടുപഠിക്കാനോ അല്ലെങ്കിൽ അവരെ അനുകരിക്കാനോ ഒന്നും ഉള്ള ആൾക്കാരില്ലായിരുന്നു. കലാപരമായി അവരെ കാണാനോ അല്ലെങ്കിൽ അയാളെ പോലെ ആവണം, അദ്ദേഹത്തെ പോലെ ആവണമെന്നൊന്നും അല്ല. ഞങ്ങൾ നാട്ടിൻപുറത്ത് ജീവിച്ചിരുന്നത്. അപ്പോഴങ്ങനെ ആ ഒരു സമയത്ത് ഈ മിമിക്രി എന്ന കലാരൂപം നമ്മൾ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ അന്നൊക്കെ ഈ വീഡിയോ കാസറ്റുകളാണ്. ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ വീട്ടിൽ TV ഉണ്ടാവും, അവിടുന്ന് വീഡിയോ കാസറ്റുകളൊക്കെ കൊണ്ടുവരും. അപ്പോൾ അതൊക്കെ ഇട്ട് കാണുക എന്നതാണ് സിനിമ പോലും നമ്മൾ അങ്ങനെ കാണുന്നത്. അങ്ങനെ ഒരു പ്രാവശ്യം ഒരു വീട്ടില് ഒരു കാസറ്റ് കൊണ്ടുവന്ന് പറഞ്ഞു, ഇതൊരു പുതിയ പരിപാടിയാണ്, ഞങ്ങളുടെ അവിടെ ഷോ വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇത് കാണിക്കുകയാണ്. അപ്പോൾ അന്ന് നമുക്കറിയില്ല ഇവർ ആരാണെന്ന്. പക്ഷെ ഇവര് ആൾക്കാര് ഭയങ്കരമായിട്ട് കൈയടിക്കുന്നു. ഇവർ ഓരോ പ്രസന്റേഷൻ ചെയ്യുമ്പോൾ ജയറാം, അതേപോലെ കലാഭവൻ റഹ്മാൻ, ജയറാം, അങ്ങനെ അവരുടെ ടീമാണ്. അപ്പം ജയറാമേട്ടനൊക്കെ ഈ പ്രേം നസീറിനെയും അങ്ങനെ ആൾക്കാരെ അനുകരിക്കുമ്പോൾ ഭയങ്കരമായ കയ്യടികളാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു ആകർഷണം തോന്നി, ഏട്ടാ ഇത് കൊള്ളാമല്ലോ, ഇത് ഇത്രയും പെട്ടെന്ന് ആൾക്കാരെ ആകർഷിക്കുന്ന ഇത്രയും ഒരു കലാരൂപം കൊള്ളാമല്ലോ. അതും നിസ്സാരമായിട്ട് ഒരാൾ വന്നു പഠിക്കുന്ന കാലമായിരിക്കും. അതെ, എല്ലാവരും വന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആലോചിച്ചു, എടാ അത് കൊള്ളാമല്ലോ പരിപാടി. അപ്പൊ അങ്ങനെ അതിനുവേണ്ടി ഒരു ശ്രമം ഉണ്ടാവുകയാണ്. അപ്പോൾ അത് ചെയ്യാൻ പറ്റും. അങ്ങനെ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ മുമ്പിൽ മധുസാറിനെയാണ് പറഞ്ഞു. മധുസാറിനെയൊക്കെ ഇങ്ങനെ പറഞ്ഞു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഡയലോഗ് ഇവര് പറയുന്നത് പഠിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അന്ന് വേറെ ഡയലോഗുകളൊന്നുമില്ല. ഇവര് പറഞ്ഞ ഡയലോഗുകൾ ആ ഡയലോഗ് തന്നെ ഓർത്തിട്ട് അതെങ്ങനെ പറയാൻ പറ്റും എന്നുള്ള പരിശ്രമമാണ് നടത്തിയത്. അപ്പൊ അങ്ങനെ ഈ എനിക്കൊന്ന് സൈനുദ്ദീനൊക്കെയാണ് അത് മധുസാറിനെ അവതരിപ്പിച്ചത്. അപ്പൊ സൈനുദ്ദീൻ ഇങ്ങനെ വന്നിട്ട് കടുത്തമ്മി എന്നൊക്കെ പറയാം. ആ ഡയലോഗ് നമ്മൾ പഠിക്കുക. അങ്ങനെ പഠിച്ച് നമ്മൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറേ നടന്മാരെ ചെയ്ത് ഞാൻ തന്നെയുള്ള വൺമാൻ ഷോകൾ ചെയ്യാൻ തുടങ്ങി. മധുസാറിന്റെ അന്നത്തെ ആ ഡയലോഗ് ഓർമ്മയുണ്ടോ? അന്നത്തെ ഇത് ഇത്രയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അത് കടുത്തമ്മേ ഇല്ല, ആ ഡയലോഗ് ഒന്നും ഓർക്കുന്നില്ല. ഞാൻ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലേക്ക് ആ ശബ്ദം അല്ലെങ്കിൽ അത് ഞാൻ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആ ഡയലോഗും വിടും. കാരണം എനിക്ക് എൻ്റെതായ ഞാൻ സ്വയമായിട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്. അത് ഒരാൾ അനുകരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കത് പഠിച്ചു കഴിഞ്ഞാൽ, ഒരാളെ അനുകരിക്കുന്നത് നമ്മൾ പെട്ടെന്ന് അയാൾ പറയുന്ന ഡയലോഗായിരിക്കും നമ്മൾ പറഞ്ഞ് പഠിക്കാൻ ശ്രമിക്കുക. പക്ഷെ അത് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ വിട്ടിട്ട് വേറെ ഏതെങ്കിലും ഒരു സിനിമയിലെ ഡയലോഗ് എടുത്തായിരിക്കും ഞാനത് പ്രസന്റ് ചെയ്യുന്നത്. കാരണം ഒരാൾ അനുകരിച്ചുണ്ടാക്കിയത് അയാളുടെയാണ്. അത് നമ്മൾ അനുകരിച്ചാൽ എന്തായാലും നമ്മുടേതാവില്ലല്ലോ. അപ്പം ഞാൻ എപ്പോഴും ചെയ്യുന്നത് എൻ്റെതായ എന്തെങ്കിലും ഒരു സംഭവമായിരിക്കും, നമ്മുടെ ഒരു മാസ്റ്റർ പീസ് എൻ്റെ എന്തെങ്കിലും. അത് അനുകരണമെല്ലാം ഒന്ന് തന്നെയാണ്, എങ്കിൽ പോലും മറ്റൊരാൾ ചെയ്യുന്ന സാധനം ഞാൻ പരമാവധി ചെയ്യാറില്ല. അപ്പൊ അങ്ങനെ എനിക്ക് ആ ഡയലോഗ് ഓർമ്മയില്ല, വർഷങ്ങൾക്ക് മുമ്പല്ലേ ഡയലോഗ് അത്. പിന്നെ ഞാൻ ഓരോരുത്തരെ തുടക്കകാലത്തെ ഏറ്റവും കൂടുതൽ അനുകരിച്ചിരുന്ന ആരെയായിരുന്നു? ഇവരൊക്കെ തന്നെയാണ്. നമ്മൾ ഈ ജയറാമേട്ടൻ്റെ ഈ കാസറ്റ് കണ്ടിട്ട് പ്രേം നസീർ സാറ്, മധു സാറ്, അങ്ങനെ എന്താണ് നെടുമുടി വേണു, പിന്നെ ജഗതി ചേട്ടന്, ഇങ്ങനെ കുറെ പേരെ ഇങ്ങനെ അനുകരിച്ചാണ്. അപ്പോൾ ഇങ്ങനെ അനുകരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, എടാ നിനക്ക് ഈ മോഹൻലാലിൻ്റെ ശബ്ദം ഒന്ന് അനുകരിച്ചാൽ കൊള്ളാമല്ലോ, നീ നിന്റെ ശബ്ദമൊക്കെ ആയിട്ട് അതിന് താരം വിട്ട് നീ ഒന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോഴാണ് എനിക്കും അങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ മോഹൻലാലിൻ്റെ ഡയലോഗ് എടുത്തിട്ട്, അന്ന് രാജാവിൻ്റെ മകനൊക്കെ ഇങ്ങനെ വരുന്ന സമയമാണ്. രാജാവിൻ്റെ മകൻ ഓഡിയോ കാസറ്റ് ആദ്യമായിട്ട് അതിൻ്റെ ഡയലോഗ് ഓഡിയോ ആയിട്ട് റിലീസ് ചെയ്യുന്നതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഇരുന്ന് പഠിച്ചിട്ട് അപ്പോൾ അതൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ പറയാൻ തുടങ്ങിയപ്പം ഏകദേശമൊക്കെ ഒത്തു വന്നു. അപ്പം പിന്നെ എനിക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ ശബ്ദമായിട്ട് ഏറ്റവും കൂടുതൽ ഇണങ്ങിച്ചേരുന്ന അത് അദ്ദേഹത്തിന്റെ ശബ്ദമായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും എനിക്ക് കൂടുതൽ അദ്ദേഹത്തിന്റെ സിനിമകളിലെയും അദ്ദേഹത്തിന്റെ ഏതെല്ലാം വേരിയേഷനിലൂടെയും എനിക്ക് പോകാനും അങ്ങനെ മുമ്പോട്ട് വരാനും പറ്റിയത്. അങ്ങനെ അദ്ദേഹത്തിന്റെ 2 സിനിമകൾ, ജില്ലയും കാപ്പാനും,
2 സിനിമകൾ മലയാളത്തിലേക്ക്, തമിഴ് സിനിമകളാണല്ലോ അത്, ആ സിനിമകൾ 2 മലയാളത്തിലേക്ക് മൊഴി മാറ്റിയപ്പോൾ അദ്ദേഹത്തിന്റെ 2 സിനിമകൾക്കും എനിക്ക് ഡബ് ചെയ്യാനായിട്ട് ത്രൂ ഔട്ട് എന്റെ ശബ്ദത്തിലാണ്. അപ്പൊ അതിനെന്തായി മോഹൻലാലിനെ വിളിച്ചില്ലേ അവര് ഡബ് ചെയ്യാൻ? അത് നമ്മളിപ്പോ ഒരു സിനിമ ചെയ്യുമ്പോൾ, ഞാനിപ്പം തമിഴിൽ പോയി ഒരു സിനിമ ചെയ്യുകയാണ്, അപ്പൊ ഞാൻ ആ പ്രൊഡ്യൂസറുമായിട്ടാണ് കരാർ. ഇപ്പൊ എനിക്ക് അത് കഴിഞ്ഞു, ഞാൻ പിന്നെ അതുമായിട്ട് സമയമുണ്ട്, അതുമായിട്ട് പിന്നെ ബന്ധമൊന്നുമില്ല. പിന്നെ ആ പ്രൊഡ്യൂസറിന് അത് എന്താ വേണമെങ്കിലും ചെയ്യാം. അതിപ്പോ നോർമൽ ആൾക്കാരെ കൊണ്ട് ഡബ് ചെയ്യിക്കാം. നോർമൽ ആൾക്കാരെ കൊണ്ട് ഡബ് ചെയ്യിച്ചാൽ നമുക്കൊരിക്കലും ലാലേട്ടന്റെ ശബ്ദമില്ലേ അദ്ദേഹം പറഞ്ഞു വെച്ചേക്കുന്ന ആലോചിച്ച് നോക്കിയാൽ, നോർമൽ ഒരു ശബ്ദം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. സാബു, ഈ മിമിക്രിയും ഡബിങ്ങുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ. ഡബിങ് എന്ന് വെച്ചാൽ അതിനകത്ത് ഒരു ഇമോഷണൽ സീൻസ് ഒക്കെ അതേപോലെ നമ്മൾ പ്രസന്റ് ചെയ്യണ്ടേ? അല്ല, അതെ, ഈ ഡബിങ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അഭിനയത്തിനെക്കാട്ടിലും ഇത്തിരി പാടുപെട്ടാണ് നമ്മൾ സ്റ്റുഡിയോയിൽ അത് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ ലാലേട്ടൻ്റെ 3-4 ഫൈറ്റ് സീൻ എന്താണ് ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വേറെ വോയിസ് ഒന്നും കൊടുത്തിട്ടില്ല, ഫൈറ്റ് സീനിന്റെ എഫക്ട്സ് ആണ് കൊടുക്കാൻ പോയത്. അത് ഫൈറ്റ് സീൻ എന്ന് പറയുമ്പോൾ ഫൈറ്റ് സീൻ, അതായത് ഫൈറ്റ്, അദ്ദേഹം പഞ്ച് ഭയങ്കര ഇടി വെക്കുന്നത്. അപ്പൊ അതിനകത്ത് ചെയ്തിട്ടില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം വേറൊരു സിനിമയുടെ വർക്കിന് എന്തിനാ പോയപ്പോൾ പെട്ടെന്ന് റിലീസ് ചെയ്യണം. അദ്ദേഹത്തെ എന്നെ വിളിച്ചിട്ട് സാബുദ്ധി ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പൊ നമ്മളത് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ലാലേട്ടൻ ഒരു ഇടി ഫൈറ്റ് ഇങ്ങനെ ചെയ്തിരിക്കുന്ന ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് 3-4 ഫൈറ്റ് സീൻ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ തല ഇറങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു അഭിനയത്തിനെക്കാട്ടിലും പാടാണ് ഡബ് ചെയ്യാൻ, അതായത് എഫക്ട്സ് കൊടുക്കുക എന്ന് പറയും. ഇപ്പം നമ്മൾ ഇടിക്കുന്ന പറഞ്ഞ പഞ്ചുണ്ട്, അതായത് മ്യൂസിക് പഞ്ചുണ്ട് ഇല്ലേ, ഒരു പഞ്ചുണ്ടാവും, അതിന്റെ കൂടെ നമ്മുടേതായ ചില ശബ്ദങ്ങൾ അതിനകത്ത് ഉണ്ടാവുമല്ലോ. നമ്മൾ ഇടിക്കുന്ന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളില്ല, മറ്റേത് ഭൂന്നുള്ള സാധനം ഉണ്ടാവും, പക്ഷെ എന്നാലും നമ്മൾ ആയം എടുക്കുമ്പോൾ ഉള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെ കുറെ സാധനങ്ങൾ. അപ്പൊ 4 ഫൈറ്റ് സീൻ ഞാൻ ചെയ്തപ്പോഴത്തേനും ഞാൻ തളർന്നുപോയി. ഞാൻ പറഞ്ഞത് ഡബിങ് എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അല്ല, അത് പോട്ടെ, അതിലൊക്കെ വരി. ഇപ്പം അത് ഒരു കാര്യം, നമ്മളെ എന്താണ് ശാരീരികമായാണ്. സാധാരണ ഡബ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരാൾക്ക് വേണ്ടി നമ്മൾ നോർമൽ വോയിസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ അവിടെ പോയി, നമ്മളിപ്പോൾ ആ ഡയലോഗ് കേട്ടു, നമ്മൾ അയാളുടെ ഫേസിൽ നോക്കിയിട്ട് അയാളുടെ ആ മുഖത്തെ എക്സ്പ്രഷൻ നോക്കിയിട്ട് നമ്മൾ അതേപോലെ അങ്ങ് പറഞ്ഞു വയ്ക്കുക എന്നുള്ളതാണ്. പക്ഷേ മിമിക്രി, അതായത് അനുകരിച്ച് ഡബ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് മാത്രം പോരാ, നമ്മൾ ആ ശബ്ദം കൊണ്ടുവരണം. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലേക്ക് നമ്മൾ എത്തണം. പിന്നെ അദ്ദേഹം പറഞ്ഞു വെച്ച ചില വേരിയേഷൻസ് ഉണ്ട്, ആ ശബ്ദത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു വെച്ച ചില വേരിയേഷൻ, മോഡുലേഷൻ, അതിലേക്ക് നമ്മൾ എത്തണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ ചെയ്യാം. ലിപ്പ് ശ്രദ്ധിക്കണം, ശബ്ദം ശ്രദ്ധിക്കണം, അദ്ദേഹത്തിന്റെ വേരിയേഷൻസ് കൊണ്ടുവരണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഒന്നിച്ച് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ അത് വലിയ പാട്. അതായത് തമിഴിലേക്ക് മലയാളത്തിലേക്ക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തമിഴ് കുറച്ച് കുറവാണ്, മീറ്റർ കുറവാണ്. മലയാളം കുറച്ചും കൂടി മീറ്റർ കൂടുതലാണ്, അളവ് കൂടുതലാണ്, വാക്കുകൾക്ക് അളവ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ വരുന്ന ഉടനെ ഈ പറഞ്ഞു വെച്ചേക്കുന്ന ആശയം ഈ വളരെ ലിമിറ്റഡായ ലിപ്പിനുള്ളിൽ നമ്മളത് പറഞ്ഞ് ഒപ്പിച്ചു വെക്കണം. അപ്പൊ അത് വലിയ റിസ്ക് ആണ്. അപ്പൊ ലിപ്പ് ശ്രദ്ധിക്കണം, അവരുടെ ശബ്ദത്തിലേക്ക് എത്തണം, അവരുടെ വേരിയേഷനിലേക്ക് എത്തണം. ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഡബ് ചെയ്യാൻ പറ്റുള്ളൂ. മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക് ഞാൻ മമ്മൂക്കയ്ക്കാണ് ഡബ് ചെയ്തത്. മമ്മൂക്കയുടെ കസബ എന്ന സിനിമ, മമ്മൂട്ടിയുടെ കസബ എന്ന സിനിമ വളരെ ഇവിടുത്തെ സൂപ്പർ ഹിറ്റ് ആയിരുന്നല്ലോ. അതിനുശേഷം അത് തമിഴിലേക്ക് മൊഴി മാറ്റുന്നതിന് വേണ്ടിയിട്ട് എന്നെ സമീപിച്ചു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡബ് ചെയ്തിട്ടുള്ള മമ്മൂട്ടി, മോഹൻലാലിന്റെ സൗണ്ട്, ലാലേട്ടൻ, മമ്മൂക്കയുടെ ഒരു പടം ചെയ്തിട്ടുള്ളൂ. ഈ പടം കസബ എന്ന് പറഞ്ഞ കസബ, അത് തമിഴിലേക്ക് സർക്കിൾ എന്ന പേരിലാണ് ഡബ് ചെയ്തിരിക്കുന്നത്. സൗവിന്റെ പെർഫോമൻസ് 1-2 ഓർമ്മയിൽ നിൽക്കുന്നവല്ലോ. ഓക്കെ, അത് അന്നൊക്കെ ഈ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു മധു സാറിന്റെ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ അന്ന് പറഞ്ഞ ഡയലോഗുകളൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ശബ്ദം ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം. പ്രിയമുള്ള മൊസൈക്ക് ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളെല്ലാം ഈ ചാനലിലൂടെ വന്ന് ഇങ്ങനെ കാണാൻ കഴിയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ മലയാള സിനിമയിൽ മധു എന്ന് പറഞ്ഞാൽ ഒരു മധു തന്നെയാണ്. അത് ഈ ഞാൻ തന്നെയാണ്. നിങ്ങൾക്ക് അത് മനസ്സിലാക്കിക്കണമെന്ന് മനസ്സിലാവും. അപ്പോൾ എല്ലാവർക്കും വേണ്ടി എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. അങ്ങനെ നമുക്ക് എന്തും അതാണ്, അതുകൊണ്ടാണ് സിനിമ ഡബ് ചെയ്യാൻ പറ്റുന്നത്. നമുക്കിപ്പോൾ എന്ത്, ഇപ്പോൾ സാറിനോടാണെങ്കിലും എനിക്ക് ഞാൻ ചെയ്യുന്ന നടന്മാരെ ഒക്കെ വെച്ചിട്ട് എല്ലാവരും പറ്റണമെന്നില്ല, എന്നാലും മിക്കവാറും പേരെ വെച്ചിട്ട് എനിക്ക് സാറിനോട് ഈ ശബ്ദത്തിൽ എനിക്ക് സംസാരിക്കാം. അതുകൊണ്ടാണ് ഈ നമുക്ക് സിനിമകൾ, മറ്റേ എല്ലാ മിമിക്രിക്കാർക്കും അത് പറ്റണമെന്നില്ല കേട്ടോ. അതായത്
അവരനുകരിക്കുമെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ചെറിയ വാക്കുകൾ അല്ലെങ്കിൽ ഒരു വാചകങ്ങളൊക്കെ ആയിരിക്കും അവർ പറയുക. സാബു, ഇപ്പോ ഞാൻ സാബുവിനോട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. സാബുവിന്റെ ഫുഡ് ഹാബിറ്റ്സ് എന്തൊക്കെയാണ്? സാബു, മോഹൻലാൽ പറയുന്നതായിട്ട് എന്നോടൊന്ന് പറയാം. അതെന്താ പറയുക, ഞാൻ അങ്ങനെ അധികം ആഹാരം കഴിക്കുന്ന ഒരാളല്ല. എൻ്റെ വയറ് നിറഞ്ഞ് പോകുന്നവരെ ഞാൻ കഴിക്കാറില്ല. ഒരല്പം എപ്പോഴും എത്ര കഴിച്ചെന്ന് പറഞ്ഞാലും ഒരു 2 ഉരുളച്ചോറൂടെ കഴിക്കാനുള്ള വയറിട്ടിട്ട് സാധാരണ ഞാൻ കഴിക്കാറുള്ളൂ. അങ്ങനെയാണ്. അമ്മയുടെ അടുത്ത് നിന്ന് ആഹാരം കഴിക്കണമെന്ന് പ്രത്യേക മോഹം തോന്നാറില്ല? തീർച്ചയായിട്ടും. നമ്മുടെ അമ്മമാരാണല്ലോ നമ്മളെ എന്താ പറയുക, നമ്മുടെ കുഞ്ഞുനാളിൽ തന്ന ആ രുചി നമുക്ക് എവിടെ നിന്നാലും കിട്ടില്ല. അപ്പം നമ്മുടെ അമ്മമാരുടെ അടുത്ത് വന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവണം. അതൊക്കെ ഈ പറയുന്ന എന്താ പറയുക, നമ്മളെല്ലാവരും അമ്മമാരോടൊപ്പം ഇരിക്കാനും അമ്മമാർ തരുന്ന ഭക്ഷണം കഴിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. ഇതൊക്കെയാണ് എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം. പിന്നെ ഞാൻ നിരന്തരം ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ആളാണ്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. അല്ലാതെ ഇങ്ങനെയൊക്കെ പറയാം. സാബു എക്സസൈസ് തൊണ്ടയ്ക്ക് കൊടുക്കാറുണ്ടോ? വോക്കൽ കോഡിന് എന്തെങ്കിലും? ഇല്ല, അങ്ങനൊന്നുമില്ല. ഇതിന് ഒരുപാട് പ്രാക്ടീസ് ആവശ്യമില്ല. പ്രാക്ടീസ് വേണം. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ നമ്മുടെ ദൈവാനുഗ്രഹം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ ഒരു ശബ്ദം കിട്ടുക, നമുക്കിതൊക്കെ ആ ശബ്ദത്തിലേക്ക് മാറാൻ കഴിയുക എന്ന് പറയുന്നത് അത് ഞാൻ പൂർണ്ണമായിട്ട് അവിടെ സമർപ്പിക്കുക. എൻ്റെ കഴിവോ മിടുക്കോ ഒന്നുമല്ല. നമുക്ക് ദൈവം തന്ന അനുഗ്രഹമാണ് നമുക്കിങ്ങനെ ഒരു ശബ്ദം, ആ ശബ്ദത്തെ നമുക്ക് മാറ്റി അങ്ങനെ പല കണ്ടീഷനിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്. സാബുന് ഏറ്റവും കൂടുതൽ കയ്യടി നേടിത്തന്നിട്ടുള്ള പെർഫോമൻസ് ഇത് തന്നെയാണ്. ലാലേട്ടൻ്റെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ നിന്ന് പ്രോത്സാഹനം കിട്ടിയിട്ടുള്ളത്. അതായത് ഞാൻ എത്രയോ വേദി, എനിക്കൊന്നും 10,500ഓളം വേദികൾ ഇന്ത്യയിലും വിദേശത്തും ഒക്കെ ആയിട്ട് ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. പക്ഷേ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അവർക്കൊക്കെ ഒരുപാട് പരാജയങ്ങൾ സംഭവിച്ച വേദികൾ, അവർക്കൊരുപാട് എന്താ പറയുന്നത് പോരായ്മകളും സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടേണ്ട വന്നിട്ടുള്ളതും അങ്ങനെ പല കഥകളും ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു അത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന മോഹൻലാലിൻ്റെ ശബ്ദം ഒരുമാതിരി ഭംഗിയായിട്ട് എനിക്ക് വേദിയിൽ അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ പോയാലും മോഹൻലാലിന്റെ ശബ്ദം അവതരിപ്പിച്ച് കഴിയുമ്പോൾ ആൾക്കാരുടെ ഒരു കൈയടി കിട്ടും. മോഹൻലാലിന്റെ ഒരു ഡയലോഗ്, ഏറ്റവും ഒരു മാസ്റ്റർ പീസ് ഡയലോഗ് പറയാം, അത് നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ മോഹൻലാലിന്റെ എനിക്ക് തോന്നുന്നു മീശയൊക്കെ പിരിച്ചു വെച്ച് അദ്ദേഹം അടിപൊളി ഡയലോഗുകൾ പറയുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. അത്തരത്തിലൊരു ഡയലോഗ് പറയാം. ഇപ്പൊ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ, ഇപ്പൊ എന്റെ പ്രോഗ്രാമിൽ ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ലൈവായിട്ട് പറയുന്നതിലുപരി സ്പോട്ട് ഡബ് എന്ന് പറയുന്ന ഒരു കലാരൂപം കൂടെ ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ആ സ്പോട്ടിൽ ഡബ് ചെയ്ത് ഫലിപ്പിക്കുകയാണ് ഇപ്പൊ സാധാരണ ചെയ്യുന്നത്. എങ്കിലും ഒരു ഡയലോഗ് പറയാം. ഇത് നരസിംഹം എന്ന സിനിമയിലെ ഒരു ഡയലോഗാണ്. പവിത്ര, അതിമോഹമാണ് അതിമോഹം. എന്റെ അച്ഛന്റെ ചിത കത്തുന്ന കാലം വരെ നിനക്കായുസുണ്ടാവും എന്ന മോഹം. അത് തെറ്റായിരുന്നു എന്ന് തോന്നുമ്പോ നീ വാ. അച്ഛന്റെ കാൽവിരലിന് 2 or 3 നഖം വെട്ടിത്തരാൻ ഞാൻ. കൊണ്ടുപോയി ചന്ദനമുട്ടിയിൽ വെച്ച് കത്തിച്ച് ആശ തീർക്കാം. നിനക്ക് ആശ തീർക്കാം. 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ത്യച്ചൂടം വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ചു പഠിപ്പിക്കാനും നിന്റെ കയ്യിൽ വിലങ്ങ് വീഴുന്ന കാലം വരെ ഞാൻ കാത്തിരിക്കും. അതല്ല ഡമ്മികളെ ഇറക്കി രക്ഷപ്പെടാനാണ് നിന്റെ ശ്രമമെങ്കിൽ ഞാൻ വരും, തൂന്നു പിളർന്നും വരും. ത്രിസന്ധിയിൽ ഉമ്മറപ്പടിയിലിട്ട് നെഞ്ചു കീറി കൊടൽമാല പുറത്തിടാൻ സംഹാരത്തിന്റെ അവതാരമായി അന്ന് ഞാൻ വരും. മോനെ ദിനേശ, ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിക്ക് തോട്ടുകയറ്റി കളിക്കല്ലേ നീ. ചവിട്ടി താഴ്ത്തു നിന്നെ ഞാൻ പാതാളത്തിലേക്ക്. നീ പോടാ മോനെ ദിനേശ. ഇത് ഭയങ്കരമായിട്ട് അപ്ലോസ് നേടിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. ഇത് ചെയ്യുന്നോണ്ടേ ഈ ഡയലോഗ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഒരു സീൻ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അത് NF ഏട്ടനും ലാലേട്ടനും കൂടെ ഉള്ള ഒരു സീനാണ് ചെയ്യുന്നത്. NF വർഗീസും ലാലേട്ടനും കൂടെ. അപ്പൊ അവർ രണ്ടുപേരും കൂടെ ഉള്ള സീൻ ഒരേ ഒരേ ടൈമിൽ NF വർഗീസിന്റെ ഇതും പറയുന്നുണ്ട്, ഡയലോഗ്സും പറയും. NF ഏട്ടന്റെ ഡയലോഗ് ഒരു സീനാണല്ലോ. ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഫൈറ്റ് ചെയ്യുന്ന ഒരു സീൻ. ഫൈറ്റ് മീൻസ് അവര് ഡയലോഗിൽ ഫൈറ്റ് ചെയ്യുന്ന ഒരു സീനാണ്. ഓക്കെ, ഞാൻ പറയാം. ഇതിനകത്ത് ഒരു ചെറിയൊരു കാര്യം കൂടിയുണ്ട്. കാരണം നമ്മള് ഈ ശബ്ദം എന്ന് പറയുന്നത്, ഞങ്ങളുടെ ശബ്ദം എന്ന് പറയുന്നത് അത് നല്ലൊരു മൈക്കിലൂടെ, നല്ലൊരു സിസ്റ്റത്തിലൂടെ, നല്ലൊരു ബോക്സിൽ എത്തുമ്പോഴായിരിക്കും എന്താ പറയാ ആ മാജിക്കിലേക്ക് അവരെ എത്തിക്കാൻ പറ്റും. ഇതൊന്നും ഒരു മാജിക്കാണിത്. അത് ഇതൊന്നും സത്യമല്ല, ഇതൊരു കള്ളത്തരമാണ്. പക്ഷെ ആ മാജിക്കിലേക്ക് അവരെ പെട്ടെന്ന് ഇതാണല്ലോ എന്ന് തോന്നിപ്പിക്കത്തക്ക രീതിയിൽ എത്തിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ വേണം. പക്ഷെ ഈ മൈക്ക് എന്താ അറിയാലോ സിസ്റ്റം ഇതൊക്കെ എന്ന് പറയുന്നത് അതാണെങ്കിലും ഞാൻ അതിന്റെ ഒരു മോഡുലേഷൻ രീതി പറഞ്ഞുതരാം. ശബ്ദം ചിലപ്പോൾ അതായത് ബേസ് അദ്ദേഹത്തിനൊക്കെ നല്ല ബേസ് ടോണാണ്. നമുക്ക് മൈക്ക് ചേർത്ത് വെച്ച് ആ ഒരു
ശബ്ദത്തിൽ പറയുമ്പോഴാണ് അത് ആ എഫക്റ്റായിട്ട് എത്തുക എന്നുള്ളത്. എങ്കിലും ഞാനൊന്ന് ശ്രമിക്കാം. അദ്ദേഹത്തിൻ്റെ ശബ്ദം, അദ്ദേഹം മോഹൻലാൽ ലാലേട്ടനും NF ചേട്ടനും കൂടെ പറയുന്ന നല്ലൊരു സീനാണത്. നിയമവും പോലീസും ഒന്നും ഈ മുറ്റത്ത് കാലുകുത്തില്ല. അവർക്ക് വേണ്ടത് ശിക്ഷിക്കാൻ ഒരു പ്രതിയാണെങ്കിൽ ഒന്നിനു പകരം 10 എണ്ണത്തിന് പവിത്രം കൊടുക്കും. കുറ്റമേറ്റു പറഞ്ഞ് ശിക്ഷ വാങ്ങാൻ പവിത്രന്റെ കയ്യിൽ തീറ്റിപ്പോറ്റുന്ന ഡമ്മികൾ ഒരുപാടുണ്ട്. എങ്കിലന്ന് ഇന്ദുചൂടന്റെ കോടതി നിന്റെ കേസെടുക്കും. നിയമവും ന്യായാധിപനും ഞാൻ തന്നെയായിരിക്കും. കൊന്നുകളയും. ഇങ്ങനെ അങ്ങനെ ഇത് മൈക്കിനകത്തോട് വരുമ്പോഴാണ് ഞാൻ ഇത് സ്പോട്ട് ഡബിങ്ങിന് വേണ്ടി സ്പോട്ട് ഡബ്. അപ്പൊ ഈ തിലകൻ സാറിന്റെ അല്ലെങ്കിൽ NF ബേസ് ഒക്കെയുള്ള ശബ്ദം എന്ന് പറയുന്നത് നമ്മൾ മൈക്കിനോട് ചേർത്ത് വെച്ച് അതിനൊരു പ്രത്യേക പൊസിഷൻ ഉണ്ട്. ആ പൊസിഷൻ നമ്മൾ പറയുമ്പോഴാണ് നമ്മൾ ഇതൊന്നും ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇതൊന്നും ഒറിജിനൽ അല്ലല്ലോ. നമ്മളൊരാളെ ഇമിറ്റേറ്റ് ചെയ്യാന്ന് പറയുന്നത് അയാളുടെ ശബ്ദമല്ല, ഇമിറ്റേഷൻ. അപ്പൊ അത് മാജിക്കാണ്, ചെറിയൊരു മാജിക്കാണ്, ശബ്ദം കൊണ്ടുള്ളൊരു മാജിക്കാണ്. അതാണ് ഇതെന്ന് പ്രതീതിപ്പെടുത്തുക, എന്താ പറയാ, ഉപമിപ്പിക്കുക എന്നൊക്കെയുണ്ട്. അപ്പോ എന്താ പറയാ, സാബു ഇപ്പോൾ പറഞ്ഞനുസരിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ NF വർഗീസിനെ പോലെ തന്നെ ഒരാളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ഈ തുടരും സിനിമയിലെ പ്രകാശ് വർമ്മയുടെ ശബ്ദം ഞാനത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിന്റെ സ്പോട്ട് ഡബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ള നല്ലൊരു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ശബ്ദത്തിന്റെ ഏകദേശം എനിക്ക് എൻ്റെ മനസ്സിലേക്ക് എൻ്റെ ബ്രെയിനിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ശബ്ദം എങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യണം എന്നതിനെ പറ്റിയിട്ട്. അപ്പൊ അതിന്റെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും ഞാൻ ചുമ്മാതെ പ്രാക്ടീസ് എന്ന രീതിയിൽ ഞാനൊന്ന് പറഞ്ഞു നോക്കാം, അത്രയേ ഉള്ളൂ. അത് സ്പോട്ട് ഡബ്ബാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സ്പോട്ട് ഡബ്ബ് പ്രാക്ടീസ് ചെയ്തേ വെച്ചിരിക്കുക. അപ്പൊ അത് കുറച്ച് കാര്യങ്ങളിലൂടെ ഉണ്ട്, അതൊന്ന് ചെയ്തിട്ട് വേണം അത് ഇനി അവതരിപ്പിക്കാനായിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ മൈക്കിൽ പറയേണ്ടത് ആണ്, കാരണം ഭയങ്കര ഡെപ്ത് ആയിട്ടുള്ള ഒരു ശബ്ദമാണ്. എന്തായാലും ഞാൻ ശ്രമിച്ചു നോക്കാം. 36 വർഷമായടാ ബെൻസേ ഞാൻ പോലീസിൽ. ഇതിനിടയിൽ പുറത്തറിയുന്നതും അറിയാത്തതുമായ പല ചെറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും എനിക്കൊരു റിഗ്രറ്റും ഇല്ലടാ. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും റിട്ടയറായി DYSP മെഡലും വാങ്ങി ഇറങ്ങുമ്പോൾ ഈ ജോർജ് സാറ് പഴയ ജോർജ് സാറ് തന്നെയാടാ. നീ ആരെയാടാ ഈ പേടിപ്പിക്കുന്നേ? എന്നെയോ? അയ്യേ നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. ദേ നിന്റെ മുമ്പിൽ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടേലേ, നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാനുണ്ടനിയാ. ബേസ് കിട്ടിയിട്ട് അദ്ദേഹത്തിന്റെ അഭിനയത്തെക്കാട്ടിൽ ഒരു പിടി മുകളിൽ അദ്ദേഹത്തിന്റെ ശബ്ദം. ആ ശബ്ദമാണ് ആൾക്കാരെ അത്രയും അട്രാക്ട് ചെയ്തത്. ഒരുപാട് പേര് അതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഒരുപാട് വീഡിയോകൾ എന്താണ് അദ്ദേഹത്തിന്റെ ശബ്ദം വെച്ച് ചെയ്യുന്നുണ്ട്. വലിയൊരു സംഭവമാണ് കേട്ടോ. എന്തായാലും അദ്ദേഹം മലയാള സിനിമയ്ക്ക് നല്ലൊരു സംഭവമായി മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം വരട്ടെ സിനിമയിൽ ഇനി ശക്തമായ കഥാപാത്രങ്ങൾ. ഇത് ഞാൻ ഇതൊരു സ്റ്റേജ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഒരു മീഡിയയ്ക്ക് മുമ്പ് ചെയ്യുന്നത്. മൈക്കിലൂടെ ചെയ്യണം, എന്നാലും അതിന് ഞാൻ പറഞ്ഞില്ല അതിന്റെ പഞ്ച് കിടത്തുള്ളൂ. അത് ഭയങ്കര ബേസ് ടോണാണ്. ഇത് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയുള്ള. അതെ അവർക്കറിയാൻ പറ്റില്ല. കാരണം ഇങ്ങനെയുള്ള ഈ മൈക്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്കറിയാം. തീർച്ചയായിട്ടും അതിനെ വിലയിരുത്തൽ അതിൻ്റെതായ രീതിയിലെ വിലയിരുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സാബുവിന്റെ ഷോസ് ഒക്കെ പ്രത്യേകിച്ച് സ്പോട്ട് ഡബിങ് ഒക്കെ എത്ര ആളുകളെയാണ് പിടിച്ചിരുത്തിയിരിക്കുന്നത് അറിയാം. തീർച്ചയായിട്ടും അത് എല്ലാവരും എനിക്ക് ഈ മോഹൻലാലിന്റെ അനുകരണത്തിൽ എനിക്കൊരു ഈ പറഞ്ഞ പല എക്സ്പീരിയൻസും ഉണ്ടായിട്ടുള്ളൂ. വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ടായത് ഞാൻ പറയാം. ഞാൻ സാജൻ പള്ളുരുത്തിയുടെ സംഘമിത്ര എന്ന് ട്രൂപ്പിൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത്, അപ്പം ഞാനാണ് പ്രോഗ്രാം കോമ്പയർ ചെയ്യണത്, പിന്നെ സ്റ്റാറും ചെയ്യുന്നതാണ്. ഇടയ്ക്ക് സ്കിറ്റിൽ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഞാൻ അഭിനയിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഏറ്റവും അവസാനമാണ് സിനിമാ താരങ്ങളുടെ ശബ്ദം അനുകരിച്ച് പ്രോഗ്രാം ബൈൻഡ് ചെയ്യുക. അപ്പോൾ ഏറ്റവും അവസാനം വന്നത്, ഏറ്റവും അവസാനം വെച്ചാൽ മോഹൻലാൽ പറഞ്ഞ് അങ്ങ് കയറ്റി അങ്ങ് പഞ്ചിലങ്ങ് നിർത്തേണ്ടത്. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു ചേർത്തല ആ ഭാഗത്ത് എവിടെയോ ഒരു പ്രോഗ്രാം, ചേർത്തല എറണാകുളം ആ ഭാഗത്ത് എവിടെയോ ഒരു പ്രോഗ്രാം ഇങ്ങനെ കഴിഞ്ഞ്, അപ്പം ഞാൻ മോഹൻലാലിൻ്റെ അന്ന് ഞാൻ പറയുന്ന ഇതാണ്, തമ്പുരാൻ എന്ന് വിളിച്ച അതേ നാവുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള 6-ാം തമ്പുരാനിലെ ഡയലോഗാണ്. ഗംഭീരമായിട്ട് അത് ആൾക്കാർ എന്ന് വെച്ചാൽ ഒരു വെറൈറ്റി. ഞാനാണ് ആദ്യം ഡെപ്ത് ടോൺ ഞാനാണ് ആദ്യമായിട്ട് അനുകരിച്ച് തുടങ്ങിയത്. മറ്റുള്ള എല്ലാവരും മോഹൻലാലിൻ്റെ ഈ എന്നൊക്കെ പറയുന്ന സമയത്ത് തമ്പുരാൻ എന്ന് വിളിച്ച അതേ നാവുകൊണ്ട് തന്നെ ചെറ്റ് എന്ന് വിളിക്കേണ്ട വന്നതിൽ എനിക്ക് മനസ്താപമുണ്ട്. എടോ അപ്പൻ എന്ന് പേരുള്ള തേർഡ് റൈസ് ചെറ്റെ, താനാളാടോ നാട്ടുരാജാവോ, ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയ ഡയലോഗ്. അപ്പോൾ അത് മൈക്കിലകത്തൂടെയൊക്കെ സിസ്റ്റത്തിൽ ആ സമയത്ത് വരുമ്പോൾ ആൾക്കാർക്ക് ഗുരുത്തെരിപ്പാണ്. ആ സിനിമ അങ്ങനെ കത്തി നിൽക്കുന്ന സമയം.
അപ്പൊ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുന്നത് സാജൻ പള്ളുരുത്തിയുടെ ചുറ്റും ആ കമ്മിറ്റിക്കാരും കുറെ ആൾക്കാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചുറ്റും നിന്ന് എന്തൊക്കെയോ വർത്തമാനം ഒക്കെ പ്രശ്നമാണ്. പ്രശ്നം പറയുന്നത്. അപ്പൊ അവർ പറയുന്ന മറ്റൊന്നുമല്ല, നിങ്ങളെല്ലാം ഓക്കെ ആയിരുന്നു, നിങ്ങളുടെ പരിപാടിക്ക് അടിപൊളിയായിരുന്നു, അനുകരണവും കൊള്ളാമായിരുന്നു, പക്ഷെ അവസാനം മോഹൻലാലിന്റെ ശബ്ദം റെക്കോർഡ് ചെയ്തിട്ട് ഞങ്ങളെ കളിയാക്കി. ശരിയായില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു അന്നൊക്കെ ഇതിലും മെലിഞ്ഞ ഒരാളാണ്. ഒരു ജിബയൊക്കെ ഇട്ട് വന്ന് ഇങ്ങനെ ഒരിക്കലും എന്റെ എന്താണ് ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ശബ്ദം ഒരിക്കലും പ്രതീക്ഷിക്കില്ല. അപ്പൊ എന്നോട് സാജുപള്ളി എന്നെ വിളിച്ച് പറഞ്ഞു, സാബു ഇനി ഒരു കാര്യം ചെയ്യണം, സാബു എന്തെങ്കിലും ഒരു തെറ്റിച്ച് ഡയലോഗ് പറ, ഒറിജിനൽ പറയണ്ട, അതിനകത്ത് എന്തെങ്കിലും ചെറിയായിട്ട് തെറ്റിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, അല്ലെ മാറ്റി പറ, എന്തെങ്കിലും പറയണമെന്നുണ്ട്. അപ്പൊ അത് എനിക്കൊരു അവാർഡാണ്. അപ്പൊ അങ്ങനെ പിന്നെ പല സ്ഥലങ്ങളില് ഇതാണ്. പിന്നെ ഞാൻ ചിത്ര ചേച്ചി, നമ്മുടെ ചിത്ര ചേച്ചി ഇല്ലേ, അപ്പോൾ ഞാൻ ഐഡിയ ശാസ്ത്രങ്ങളിൽ ഒരു പ്രാവശ്യം ഒരു പ്രോഗ്രാം ചെയ്തായിരുന്നു. അപ്പോൾ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞ് ചിത്ര ചേച്ചിയും ശരത് സാറും പിന്നെ എം ജി ചേട്ടൻ എല്ലാവരുമായിട്ട് നല്ല സൗഹൃദത്തിലായി. അപ്പൊ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ശരത് സാറിനെ ഇങ്ങനെ വിളിക്കാറുണ്ട്. ശരത് സാറിന് മനസ്സിലായില്ല എന്താ കൂട്ടോ സംഗതി ഒന്നായിരുന്നു. അപ്പൊ ശരത് സാറിനെ ഞാനൊരു ദിവസം വിളിച്ചോണേ, അപ്പൊ ഞാൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട്, ചുമ്മാ വിളിച്ചാ. അപ്പൊ ഞാൻ ഇങ്ങനെ ഹലോ സാറേ എവിടെയാ? മോനെ കുട്ടാ ഞാൻ ഐഡിയ സ്റ്റാർസിംഗ് ഷൂട്ടിങ്ങിലാണ് മോനെ. അപ്പൊ എന്നോട് നീ സാറേ ഞാനിവിടെ ഉണ്ട്, ഞാനിവിടെ ഒരു ചുമ്മാ വിളിച്ചാ സാറിന്. മോനെ ഒരു കാര്യം ചെയ്യും, ചിത്ര എൻ്റെ അടുത്ത് ഉണ്ട്, മോഹൻലാലാന്ന് പറഞ്ഞ് സംസാരിക്കും. എനിക്ക് ചിത്ര ചേച്ചിയോട് നമ്മളൊക്കെ എങ്ങനെയാ കാലത്തൊട്ട് വന്നിങ്ങനെ ആ ഒരു ലെവലിലുള്ള ചിത്ര ചേച്ചി പറ്റി കേട്ടോ. ഇല്ല മോനെ പറ്റത്തില്ല, മോൻ സംസാരിക്കും, ഞാൻ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ് മോഹൻലാലാന്ന് പറഞ്ഞേ കൊടുക്കുന്നു. അപ്പൊ ഞാൻ എന്താ ചിത്ര എന്തുകൊണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നതാണ്. അപ്പൊ ചിത്ര ചേച്ചിയോട് അയ്യോ ലാലേട്ടാ ഞാൻ നാളെ ആ CD പറഞ്ഞിട്ട് തന്നില്ല, എന്താണ് ലാലേട്ടാ CD തരാഞ്ഞത്, അയ്യോ എന്നാ തരാത്തത് എന്താന്ന് ഒരു ഭയങ്കര സംസാരം. ഞാൻ അടുത്ത വർഷം തിരുവനന്തപുരത്ത് വരുന്നുണ്ട്, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് നേരിട്ട് കാണാം, അല്ലെങ്കിൽ ഞാനത് ആരുടെയെങ്കിലും കയ്യിലേൽപ്പിക്കാം. ഓക്കെ ഓക്കെ ശരി എന്നാ ഓക്കെ. പെട്ടെന്ന് ഞാൻ പിടിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ ശരത്തിനെ കൊടുക്കുന്നു പറഞ്ഞു. ഞാൻ ശരത്തിനെ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് ചിത്ര ചേച്ചി അത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. ചിത്ര ചേച്ചി ഇപ്പോഴും അത് അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് ലാലേട്ടൻ വിളിച്ചതായിട്ടാണോ വിചാരിച്ചിരിക്കുന്നത്, അതോ പറ്റിച്ചാണോ എനിക്കറിയില്ല. അങ്ങനെ 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 പലര് എൻ്റെ ഒരു സൗഹൃദം ഇരിക്കുമ്പോൾ ആൾക്കാരോടൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ സംസാരിക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും ഒരു മോശപ്പെട്ട കാര്യത്തിന് വേണ്ടി നമ്മൾ അത് ചെയ്യില്ല. സമൂഹത്തിന്റെ സപ്പോർട്ടാണ് നമ്മൾ എപ്പോഴും നടത്തുന്നത്. നമ്മൾ സമൂഹത്തിന് വേണ്ടി സാബു തന്നെ ഇപ്പോൾ ഈ പുതിയ ഡ്രഗ് മെനസിനെതിരായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോ ഒരു വലിയ സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമാണ്. കോവിഡ് വന്നപ്പോഴും ഞാൻ ഇതേപോലെ ചെയ്തു. കോവിഡ് വന്നപ്പോഴും അന്ന് എനിക്ക് തോന്നുന്നു അന്നും ഒരു അത് ഡയലോഗ് അത് ഞാൻ ഒരു മലയാളത്തിൽ ആദ്യം ചെയ്ത്, മലയാളത്തിൽ ചെയ്ത് കഴിഞ്ഞുടനെ എൻ്റെ സുഹൃത്തുക്കൾക്ക് അത് ചാനലിലൊക്കെ വന്നു. എൻ്റെ 3-4 ചാനലിൽ, അത് 5 ചാനലിൽ അതിനെപ്പറ്റി വരിക, ചാനലിൽ അത് പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അത് കണ്ടിട്ടും കേട്ടിട്ടും ആൾക്കാരിനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും സാബു, ഇത് മറ്റു ഭാഷകളോ ലോകം മുഴുവൻ കോവിഡാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ വളരെയധികം ശ്രമിച്ച് ഹിന്ദിയിലും തമിഴിലും അത് ചെയ്തു. അങ്ങനെ 3 ഭാഷയിൽ ആ ഒറ്റ വിഷ്വലിൽ വെച്ചിട്ട് 3 ഭാഷയിൽ ഞാൻ അത് ഡബ് ചെയ്ത് കാണുന്നു. അതെനിക്ക് തോന്നുന്നു ആ ഡയലോഗ് എനിക്ക് അന്ന് ഈ പറയുന്ന മാസ്ക് വെക്കണം എന്ന് പറയുന്നവരുണ്ട്, മാസ്ക് വെക്കണ്ട എന്ന് പറയുന്നവരുണ്ട്, പോലീസ് അങ്ങനെ വലിയ സ്ട്രഗിൾ ആയിരുന്നല്ലോ. അപ്പൊ അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അതിങ്ങനായിരുന്നു എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മയിൽ. അപ്പൊ സാർമാരെ, ആരോഗ്യ പ്രവർത്തകരും പോലീസും പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ട പരമപ്രധാനമായ കാര്യം. യുദ്ധം ജനങ്ങളും പോലീസും തമ്മിലാവരുത്, ജനങ്ങളും കൊറോണയും തമ്മിലാവണം. മാസ്ക് ഉപയോഗിച്ചും സാമൂഹ്യ അകലം പാലിച്ചും. അപ്പോ ഇത് തമിഴിലും ചെയ്തു. തമിഴില് അതൊക്കെ ഇത് ഇപ്പെല്ലാം ഈ ഒറ്റ വീഡിയോയിലാണ് ചെയ്യുന്നത്. സാബു ഈ കിലുക്കത്തിനകത്ത് ഒരു ഡയലോഗ് ഉണ്ട്, ജഗതിയും മോഹൻലാൽ. അതിപ്പോഴും ഞാൻ ചെയ്യാറുണ്ട്. അത് നമ്മുടെ വ്യൂവേഴ്സിന് ഒന്ന് കേൾപ്പിക്കാം. തീർച്ചയായിട്ടും അതെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ലാലേട്ടനെയും ജഗതി ചേട്ടനെയും കൂടെ ചെയ്യാന്നുള്ളത്. ജഗതി ചേട്ടനെ സംബന്ധിച്ചിടത്തോളം അറിയാമല്ലോ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അദ്ദേഹം മലയാള സിനിമയ്ക്ക് ഇത്രയും സംഭാവനകൾ, ഇത്രയും നമ്മളെ ചിരിപ്പിച്ച ഒരു നടൻ വേറെ ഉണ്ടായിട്ടില്ല. എന്നെ പേഴ്സണലായിട്ട് അദ്ദേഹം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പല സിനിമകളുടെ സെറ്റുകളിലും എനിക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ പോലൊരു നടൻ ഒരു വാക്ക് നമ്മളെപ്പറ്റി പറയാമെന്ന് പറഞ്ഞത് അതായത് ഞാൻ സെറ്റിലിരിക്കുന്ന സമയത്ത് പ്രൊഡക്ഷൻ കൺട്രോളോട് അദ്ദേഹം അസോസിയേറ്റ് ഡയറക്ടറോട് പറഞ്ഞു, സാബു ഇദ്ദേഹം നല്ലൊരു കലാകാരനാണ്, എനിക്ക് നല്ലൊരു വേഷം കൊടുക്കണമെന്ന്. 2 സ്ഥലത്ത് എന്നെ ഞാൻ ഇരിക്കെ ചെയ്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വലിയൊരു എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉള്ള ഒരാളാണ്. ഏത് വേദിയിലും കയറിയാലും അദ്ദേഹത്തെ ഞാൻ ഒരു നിമിഷമെങ്കിലും സ്മരിക്കാതെ പോകാറില്ല. കാരണം അദ്ദേഹത്തിനെ അനുകരിക്കുന്നത് കൊണ്ട് അവിടെ പറഞ്ഞേ പറ്റുള്ളൂ, പറയുകയും ചെയ്യും ഞാൻ. അല്ലാതെ തന്നെ നമ്മൾ എപ്പോഴും സ്നേഹമുള്ള ആളാണ് ജഗതി ചേട്ടൻ.
അപ്പോൾ അദ്ദേഹത്തിന്റെ കിലുക്കം എന്ന സിനിമയിലെ സീനാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. എല്ലാവർക്കും അത് ഇഷ്ടമാണ്. അദ്ദേഹത്തെ കണ്ടുമുട്ടുന്ന ഒരു സീൻ, അത് ആക്ഷനോട് കൂടി ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. നിന്നൊക്കെയാണ് ചെയ്യുന്നത്, എന്നാലും ശ്രമിക്കാം. എന്തോ നാടേ ഇത് പിന്നാമിനിക്കിന്റെ ദുർഗ് വെട്ട, ഇവിടെ വെട്ടോ വെളിച്ചോ തിരിയൊന്നും ഇല്ല. ആ ഏതായിട്ട് വെള്ളോ ഗ്ലാസ് ഇവിടെ എന്തിനാണ് 2 ഗ്ലാസ്? അയ്യോ അപ്പൊ നീ അടിക്കുന്നില്ലേ? ഞാനേ അടിക്കുന്നുള്ളൂ. ഞാൻ അടിച്ചടിച്ചൊരു ലെവലായി കഴിയുമ്പോ മിച്ചമുണ്ട്, നീ അടിച്ചാ മതി. അങ്ങനെ മിച്ചം വെച്ച് എനിക്ക് സാർ സൗജന്യം തരേണ്ട, അതുകൂടെ നീ അങ്ങ് വിഴുകിക്കോ. എടാ ചേച്ചി, ഒരു വീട്ടിൽ 2 പേര് താമസിക്കുമ്പോൾ ഒരാളുടെ കൈവശം 1-2 രൂപ കുറഞ്ഞിരിക്കും. 1-2 ഉലുവ കുറഞ്ഞിരിക്കും. നിന്നെ പോലെ ഒന്നുമില്ലാത്ത ഒരു ദരിദ്രവാസിയെ ആരും കൂടെ താമസിപ്പിക്കത്തില്ല. എടാ ഇതാരുടെ വീട്? പൂടൂരിലെ ചത്തുപോയ പൂതല്ലിക്ക് അണ്ണാച്ചിയുടെ ഇപ്പൊ കറുപ്പയ്യയുടെ കസ്റ്റഡിയിൽ. കറുപ്പയ്യക്ക് പട്ട മേടിച്ചു കൊടുത്തു, അട കൊടുക്കാതെ ഞാനിവിടെ കഴിയുന്നു. ഇലനക്കി പട്ടിയുടെ ഹിരനക്കി പട്ടിയായിട്ട് എന്റെ കൂടെ നീ. എടാ ഇലനക്കി, നീ നോക്കിക്കോ, എന്നെങ്കിലും 4 കാശ് ഞാൻ ഉണ്ടാക്കും. ഉണ്ടാക്കും. നീ കുറെ കാലമായി ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട്. എടാ ബുത്തൂസെ, കാശ് സമ്പാദിച്ച് പണക്കാരനാന്ന് വയ്ക്കാൻ ബൂത്ത് നരച്ച് കുഴി പോത്തേ ഉള്ളൂ. അതിനായിട്ട് കിട്ടുന്ന കാശ് വർഷം തോറും കൂട്ടി വെച്ച് ഞാൻ കുതിര കളിക്കുന്നത്. കിട്ടിയാൽ ലൂട്ടി അല്ലേ ചാട്ടി. ലാലോണം നല്ലോണം എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റിൽ വന്നൊരു പ്രോഗ്രാമാണ്. എനിക്കത് കോവിഡ് സമയത്താണ്. ആ കോവിഡ് സമയത്ത് ലാലോണം നല്ലോണം, ലാലേട്ടൻ നിന്നോർത്ത് നടന്നൊരു വലിയൊരു ഷോ ആയിരുന്നു. ആ ഷോയിൽ എന്നെയും വിളിച്ചു. അത് കോട്ടനസിറാണ് എന്നെ വിളിക്കുന്നത് കേട്ടോ. ലാലേട്ടൻ്റെ കൂടെ ഞാനിങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടാവണം. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ലാലേട്ടൻ്റെ കൂടെ ഒരു സംഭവം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പം ഞെട്ടിപ്പോയി. അതായത് ലാലേട്ടനും മമ്മൂക്കയും കൂടെ ചേർന്ന് അഭിനയിച്ച സിനിമയാണല്ലോ ഇത്, ഹരികൃഷ്ണൻസ്. അപ്പോൾ ഹരികൃഷ്ണൻസിലെ ഒരു സീൻ എടുത്തിട്ട് സ്പോട്ട് ഡബ് ചെയ്യുക. സ്പോട്ട് ഡബ് ഇങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമയമാണ്. അപ്പോൾ ലാലേട്ടൻ ഞാനും കൂടെ ഒന്നിച്ച് നിന്ന് ആ സീൻ ഇട്ടിട്ട് ഞങ്ങൾ 2 പേരും കൂടെ നിന്ന് ഡബ് ചെയ്യുക. എന്താണ്, ലാലേട്ടന് വേണ്ടി ഞാൻ പല സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറയാം, ലാലേട്ടന് വേണ്ടി ഡബ് ചെയ്യുന്ന ഞാൻ ലാലേട്ടൻ്റെ കൂടെ നിന്ന് മമ്മൂക്കയ്ക്ക് ഡബ് ചെയ്യുന്നു. അതിൽ പരം വലിയൊരു സന്തോഷം, വലിയൊരു ഭാഗ്യം അത് ഉണ്ടായിട്ടുണ്ട്. അതിൽ ആ ഡയലോഗ് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. അത് ഈ പറഞ്ഞ പോലെ മമ്മൂക്കയുടെ ശബ്ദം എന്നൊക്കെ പറഞ്ഞ് മൈക്ക് പറഞ്ഞാലേ ശരിയാവുള്ളൂ കേട്ടോ. ആ ഒരു കറകറ ശബ്ദവും ആ ബേസും ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ മൈക്ക് തന്നെ പറയണം. എങ്കിലും ഞാനൊന്ന് നോക്കാം. മീർ പറഞ്ഞൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടല്ലേ? അക്ഷരം പ്രതി നമ്മുടെ വാശിയും മത്സരമൊക്കെ ഒരു തീരാ ദുഃഖമായി മീരുടെ നെഞ്ചിലേക്ക് വീണ് കഴിഞ്ഞു. തമ്മിലടിച്ച് പിണങ്ങാനും കെട്ടിപ്പിടിച്ചിണങ്ങാനും ഇതുവരെ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഇപ്പം മീരയും കക്ഷി ചേർന്ന് കഴിഞ്ഞു. എന്നൊരു കാര്യം വ്യക്തമായി, നമ്മളുടെ ആളെ സ്നേഹിക്കാനും സ്വന്തം ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനും മീര വല്ലാതെ കുതിച്ചിരുന്നു. അതാരെ എന്നറിയാനുള്ള പരീക്ഷണമാണ് മീര ഇന്ന് നടത്തിയത്. ആ തോൽവിയുടെ കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് മീര ഇന്ന് ചോദിച്ച ചോദ്യമുണ്ടല്ലോ, ആരുടെ നേർക്കാണ് ജീവിതം വെച്ച് കിട്ടേണ്ടെന്ന ചോദ്യം. ആ ചോദ്യത്തിന് ഇന്നിവിടെ ഉത്തരം. നമ്മളുടെ ആൾ പിടിവിട്ട് മാറണം, അല്ലെങ്കിൽ ആ പാവം പെണ്ണിന് ഇനി താങ്ങാൻ പറ്റില്ല. നമ്മളുടെ ആൾ പിന്മാറിയാൽ ശേഷിക്കുന്നത് മീരയ്ക്കുള്ള മറുപടിയാണ്. ആ മറുപടി വേഗം ഉണ്ടാവണം. നമുക്ക് 2 പേർക്ക് മീര നഷ്ടപ്പെട്ടുകൂടാ. ഒരാൾക്ക് കിട്ടിയേ തീരൂ. ആ ആളാരാണെന്ന് കിണ്ണം പറഞ്ഞോളൂ. എന്താ കിണ്ണ നമുക്കിടയിൽ മറുപടിയിൽ ഇത്ര കാലതാമസം? വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോൾ ഞാനത് ഹരിക്ക് വിടാറാണ് പതിവ്. ആ പതിവ് ഞാൻ തെറ്റിക്കുന്നില്ല. എൻ്റെ ഉള്ളിൽ തിരിച്ചറിയുന്നുണ്ട്, എന്നെക്കാളൊക്കെ എത്രയോ കൂടുതൽ കിണ്ണൻ മീര ഇഷ്ടമാണെന്ന്. ഇനി ഒരു ഉപചാരത്തിന് വേണ്ടി കിണ്ണനോടൊരു വാക്ക് പറഞ്ഞാൽ മതി. ഹരേ മാറത്തരാൻ, നിറഞ്ഞ മനസ്സോടെ മാറത്തരാൻ ഈ ഹര കൊതിച്ചു നിൽക്കുകയാണ്. എന്താ ഹരേ പറയുന്നത്? ഞാൻ അങ്ങനെ പറയുമെന്ന് ഹര വിചാരിക്കുന്നുണ്ടോ? മീരയെ മറക്കാൻ എനിക്ക് കുറേയൊക്കെ വിഷമമുണ്ട്. പക്ഷെ അതിന്റെ 1000 ഇരട്ടി വിഷമം ഹരയ്ക്കുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പറയണോ ഹര എനിക്ക് വേണ്ടി മാറത്തരാൻ? പറയണം, പറഞ്ഞേ തീരൂ. എന്റെ ഈ നെഞ്ചിന് നടുഭാഗത്തുണ്ടല്ലോ, കണ്ടുമുട്ടിയ നിമിഷം മുതൽ കയറിക്കൂടി ഒരേ ഒരാളേ ഉള്ളൂ. അത് മീരയല്ല, മറ്റാരുമല്ല. ഈ നിൽക്കുന്ന കൃഷ്ണനാ, എന്റെ കിണ്ണൻ, എന്റെ പ്രാണനേക്കാൾ വലുത്. വേണ്ട ഹരേ, ഈ കാര്യത്തിൽ മാത്രം ഞാൻ എൻ്റെ ഹരയുടെ തീരുമാനത്തോട് വിയോജിക്കുകയാണ്. നമ്മളെടുക്കുന്ന ഈ തീരുമാനവും ഒരടിച്ചേൽപ്പിക്കലാവും. അത് പാടില്ല. എല്ലാം മീരയ്ക്ക് വിട്ടുകൊടുക്കാം. എന്നെങ്കിലും എപ്പോഴെങ്കിലും മീര തീരുമാനിക്കട്ടെ. ഈ സൂപ്പർ സ്റ്റാറുകളിൽ നിന്ന് എപ്പോഴെങ്കിലും ഒരു അഭിനന്ദനം കിട്ടിയിട്ടുണ്ട്? ഇല്ല. എനിക്ക് ലാലേട്ടന്റെ മുൻപിൽ ഞാൻ ഇങ്ങനെ അനുകരിച്ച് കാണിക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. ഈ ഒരു സീനിൽ എങ്ങനെയാണ് ലാലോണം നല്ലോണം എന്ന പ്രോഗ്രാം അദ്ദേഹത്തിന്റെ റിയാക്ഷൻ? അയ്യോ, അദ്ദേഹം എന്നെ വളരെയധികം ഇത് ചെയ്തു. ഇപ്പൊ ലാലേട്ടന്റെ മുമ്പിൽ അവതരിപ്പിച്ച് കാണിക്കുക, മമ്മൂക്കയെ അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു അവസരം എനിക്ക് ഉണ്ടായിട്ടില്ല. സാബു ആദ്യം
കൈരളി ടിവിയുടെ ഒരു ജഗപോക സീരിയൽ ഉണ്ടായിരുന്നു. അതെ അതെ, അതിലാണ് എനിക്ക് ഡബിങ്ങിന് ഒരു എക്സ്പീരിയൻസ് തുടങ്ങുന്നത് അങ്ങനെയാണ്. കാരണം അതുകൊണ്ടാണ് എനിക്ക് എല്ലാം ചെയ്യുക. ഇത് ഈ സിനിമയാണെങ്കിലും ഞാൻ കുറേ പേർക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് അന്ന് ജഗപോക നടക്കുന്ന സമയത്ത് മമ്മൂട്ടിയുടെ ശബ്ദം, മോഹൻലാലിൻ്റെ ശബ്ദം, ജഗദീഷ് ശ്രീകുമാറിൻ്റെ ശബ്ദം, ഇടയ്ക്ക് ശ്രീനിവാസന്റെ ശബ്ദമൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാനും സൂരാജും കൂടെ ആയിരുന്നു എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കഥാപാത്രങ്ങളെ ജഗപോക എന്ന് പറഞ്ഞ സീരിയൽ ചെയ്തിട്ടുള്ളത്. അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ മിമിക്രിക്കാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് സിനിമയാണ്. ഇതിനോടൊക്കെ എത്ര സിനിമകൾ? ഞാനൊരു 35 സിനിമയും മോളിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സിനിമയിൽ രക്ഷപ്പെടുക എന്ന് പറയുന്നത് ഒരുപാട് സിനിമകളൊന്നും ചെയ്യണമെന്നില്ല. നമ്മൾ ഒരു സിനിമ ചെയ്താൽ മതി, ആ സിനിമ സൂപ്പർ ഹിറ്റായി മാറുകയും നമ്മളുടെ ആ കഥാപാത്രം അതിൽ എന്തെങ്കിലും ആ സിനിമയുമായി ഭാഗമായി നല്ലൊരു കഥാപാത്രമായി തീരുകയും ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന പോലെ നമുക്കും അതിനകത്തുനിന്നൊരു പക്ഷെ ഇപ്പൊ സാബു സിനിമ ഒരു ഫിലിം ആക്ടറേക്കാൾ കൂടുതൽ ഫേമിലേക്ക് എത്തി. എത്രയോ ആക്ടേഴ്സിനെയാണ് സാബു തന്നിലേക്ക് ആവാഹിച്ചിട്ട്. അത് ശരിയാണ്, തീർച്ചയായിട്ടും അത് ഓക്കെയാണ്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞത് ഞങ്ങളെ പോലുള്ള കലാകാരന്മാരെന്ന് പറയുമ്പം മിമിക്രിയിൽ നിന്ന് വന്നു, മിമിക്രിയിൽ നിന്ന് സിനിമയിൽ. കാരണം നമുക്ക് സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്ന ഒരു സാധനം വേണം. നമ്മൾ വേറെ ജോലികൾക്കൊന്നും പോകുന്നില്ലല്ലോ ഇതിനകത്ത്. അപ്പം നമുക്ക് ഇതിനുകൊണ്ട് മാത്രമാണ്, നമ്മുടെ മിമിക്രി മേഖല കൊണ്ടാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പക്ഷെ അതല്ല, നമുക്ക് കുറച്ചും കൂടി നല്ല സൗകര്യത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ സിനിമയിലെ സാമ്പത്തികത്തിലേക്ക്, സീരിയലിലെ ആ സാമ്പത്തിക രംഗത്തിലേക്ക്, അതിനകത്തുനിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടും വലിയൊരു വരുമാനമാണല്ലോ. അപ്പം ആ മേഖലയിലേക്ക് എത്തണം. അതുപോലെ സിനിമയിലൊക്കെ നമ്മൾ സജീവമായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്റ്റേജ് പ്രോഗ്രാമിനും അതിൻ്റെതായ വരുമാനം നമുക്ക് ചോദിക്കാൻ പറ്റും. അതിനുള്ള നമുക്ക് ഫെയിം ആയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി കിട്ടുകയും കൂടുതൽ അവസരങ്ങൾ, കൂടുതൽ പേയ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തും. അപ്പം അതുകൊണ്ട് സിനിമയാണ് എല്ലാവരും നോക്കുന്നത്. ഞാനൊരു 1 man ഷോ ഒക്കെ ചെയ്യുന്നുണ്ട്. 1 man ഷോ ചെയ്യുമ്പോൾ മലയാള സിനിമയുടെ പ്രതിസന്ധിയെ പറ്റിയിട്ടുള്ള ഒരു 1 man ഷോ ഒക്കെയാണ്. അപ്പം അങ്ങനെയൊക്കെ അതിനകത്തൊക്കെ വരുമ്പം ജസ്റ്റ് അത് നമുക്ക് പറയാം. അതെന്തായാലും നമുക്ക് ഞാൻ അത് അവസാനം എന്തായാലും അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു വയ്ക്കാം. ലാസ്റ്റ് ഇറങ്ങിയ സിനിമ എന്ന് പറയുന്നത് CD രാമേന്ദ്രൻ റിട്ടയർഡ് SI ഷാജോൺ നായകനായിട്ടുള്ള സിനിമയായിരുന്നു. അതിനുശേഷം ഒരു സിനിമയും കൂടെ വന്നു. അത് പഴയ താരങ്ങളെ ശങ്കർ ഉണ്ടായിരുന്നു, പിന്നെ ഷീല, അംബിക, അവരൊക്കെ ചേർന്ന് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു. പക്ഷെ തിയേറ്ററിൽ നിന്നില്ല സിനിമ. എന്താണെന്ന് ഒരു പഴയ കാലഘട്ടത്തിന്റെ സ്റ്റോറി പറഞ്ഞാണ്, ഒരു കഥ ഒരു നല്ല കഥ എന്ന് പറഞ്ഞു. അതിനൊരു അത്യാവശ്യം ത്രൂ ഔട്ട് ഒരു ക്യാരക്ടറാണ് ചെയ്തത്. പക്ഷെ സിനിമ ഞാൻ പറഞ്ഞില്ല, സിനിമ ഈ പറഞ്ഞ ഒരുപാട് ചെയ്യുന്നതിലല്ല. ഒരു സിനിമയാണെങ്കിലും അത് പ്രേക്ഷകരിലേക്ക് എത്തുക എന്നുള്ള, എത്തിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ശ്രമിക്കുന്നു. എപ്പോഴേലും നമുക്കൊരവസരം, കാരണം നമ്മൾ ഈ രംഗത്ത് നിൽക്കുകയാണ്, സജീവമായിട്ട് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മൂർച്ച കൂട്ടി നമ്മുടെ കഴിവുകൾ മൂർച്ച കൂട്ടി വെക്കുകയാണ്. ഇതിന്റെ അവസരം കിട്ടും. സാബു ഇത്ര നല്ല ശബ്ദത്തിന്റെ ഉടമയാണ്. സാബു പാട്ട് പാടാറില്ലേ? പാട്ട് പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പണ്ട്, അതായത് ഞാൻ മിമിക്രി വരുന്നതിന് മുമ്പ്, മിമിക്രി എന്ന് പറഞ്ഞ കലാരൂപം അറിയുന്നതിന് മുമ്പ് റേഡിയോയിൽ പാട്ടുകൾ കേൾക്കുമായിരുന്നു. അപ്പൊ എനിക്ക് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഞാനൊരു പാട്ടുകാരനാണ്. അപ്പൊ ഈ പാട്ട് കേൾക്കുമ്പോൾ അവർ ആ പാട്ടിന്റെ കൂടെ ഒച്ചത്തി പാട്ട് പാടുമായിരുന്നു. അയൽക്കാരൊക്കെ ചോദിക്കായിരുന്നു ഇവരെന്താ ചെയ്യുന്നത്. അപ്പൊ പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ നാട്ടിൽ കലയെ പഠിപ്പിക്കാനോ കലയെ പറ്റി പറഞ്ഞു തരാനോ ഒന്നും ആൾക്കാരില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് ആഗ്രഹം, ഈ മിമിക്രിക്ക് മുമ്പ് ഞാൻ അന്ന് ആഗ്രഹം നമ്മുടെ നാട്ടിലൊരു കലാ ഫീൽഡ് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇത് പറഞ്ഞു തരാനാണ് ഞാനൊരു പാട്ടുകാരനായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞില്ലേ, നമ്മള് പുറകോട്ട് പോയില്ല. പിന്നെ ഈ ലാലേട്ടൻ പാട്ട് പാടി കേട്ടപ്പോഴാണ് എനിക്കും തോന്നിയത്, എടാ എനിക്ക് പാട്ട് പാടാൻ പറ്റുമെന്ന്. ലാലേട്ടൻ്റെ ശബ്ദം അനുകരിക്കുന്നു. അപ്പം ലാലേട്ടൻ്റെ പാട്ടുകൾ അനുകരിച്ച് ഞാൻ പാടാൻ തുടങ്ങി. അങ്ങനെ പാടാൻ തുടങ്ങി. ആറ്റുമണൽ പായൽ അണ്ണാറക്കണ്ണ ആദ്യം പാടി, അണ്ണാറക്കണ്ണ പാടി, അത് സ്റ്റേജിൽ പാടിയപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പൊ പിന്നെ ഞാൻ പറയാനില്ല, നമ്മുടെ വേണുചേട്ടനിലെ ജി വേണുഗോപാൽ, അദ്ദേഹത്തിന്റെ കൂടെ പോലും, അദ്ദേഹത്തിന്റെ വേദിയിൽ പോലും എനിക്ക് പാടാൻ പറ്റി എന്ന് പറയുന്നത് വലിയൊരു അഭിമാനപരമായ കാര്യമാണ്. പാട്ടുകാരൊന്നുമല്ല. സാബുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടിന്റെ ഒരു 4 വരി പാടാം. ഇത് മോഹൻലാലിനെ അനുകരിച്ചുള്ള പാട്ടുകളാണ് ഞാൻ കൂടുതൽ പാടുന്നത്. ഇപ്പം അതല്ലാതെ കുറച്ച് പാട്ടുകളും ആൾക്കാരെ എന്ന് എൻജോയ് ചെയ്യിപ്പിക്കാനുള്ള പാട്ടുകൾ, അത് അടിപൊളി പാട്ടുകളാണ്. ഇപ്പൊ ഒരു മധുരക്കിനാവിൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള പാട്ട്. എങ്കിലും ഞാനിത് ലാലേട്ടന്റെ അനുകരിച്ച് തന്നെ 2 നല്ല പാടാം. അണ്ണാറക്കണ്ണാവ പൂവാല ചെങ്ങാത്തം കൂടാൻ വാ, അണ്ണാറക്കണ്ണാവ പൂവാല ചെങ്ങാത്തം കൂടാൻ വാ, മൂവാണ്ടൻ മാവേൽ വാവാ ഒരു പുന്നാരത്തേം കനി താത്ത. എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു, ഞാൻ പാടി എപ്പോഴും ആൾക്കാരെ രസിപ്പിക്കുന്ന ഒരു പാട്ട് ആറ്റുമണൽ പായൽ. ആറ്റുമണൽ പായയിൽ അന്തിവയിൽ ചാഞ്ഞ നാൾ
കുഞ്ഞിളം കൈവീശി നീ തോണിയേറിപ്പോയില്ലേ, വീഴാതെ കണ്ണിളന്നു മിന്നിയ നീർമണി, നിറാതെ നീറുന്നോരോർമതൻ നെയ്ത്തിരി, എന്നെ വിട്ടിട്ടെന്തേ പോയി മഞ്ചാടിക്കുരുവി, നിന്നെ കാത്തി തീരത്തെന്റെ മോഹം വേരോടി, ആറ്റുമണൽ പായയിൽ അന്തിവയിൽ ചാഞ്ഞ നാൾ, കുഞ്ഞിളം കൈവീശി നീ തോണിയേറിപ്പോയില്ലേ. ഇതൊക്കെ സ്റ്റേജ് നന്നായിട്ട് ആൾക്കാരെ എൻജോയിക്കാൻ വേണ്ടി പാടുന്ന പാട്ടുകളാണ്. നമ്മൾ പാടുന്ന പാട്ടുകൾ സംഗീതമയമായി പാടാനൊന്നും എനിക്കറിയില്ല, പക്ഷേ അടിപൊളി പാട്ടുകളുണ്ടല്ലോ, ആൾക്കാരെ തുള്ളിക്കാനുള്ള പാട്ടുകൾ. ഇപ്പോൾ ഒരു മധുരക്കിനാവിൻ ലഹരിയിലങ്ങു കുടമുല്ലപ്പൂ വിരിഞ്ഞു, അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ, ഇതേപോലുള്ള ഇങ്ങനെയുള്ള ബഹളപ്പാട്ടുകൾ, ആൾക്കാരെ തുള്ളിക്കാനുള്ള പാട്ടുകൾ കുറച്ചെണ്ണം പാടും. അപ്പൊ എൻ്റെ പ്രോഗ്രാമിൽ മിമിക്രി ഉണ്ടാവും, സ്പോട്ട് ഡബ് ഉണ്ടാവും, പാട്ടുണ്ടാവും, ഗെയിം ഷോ ഉണ്ടാവും. അങ്ങനെ ഒരു മണിക്കൂറിന് മുകളിൽ ഞാൻ തന്നെ ഷോ ചെയ്യും. അതൊരു ചെയ്യുന്നത്, നമ്മളെപ്പോഴും ചെയ്യുന്ന സാധനങ്ങൾ വളരെ പെർഫെക്ഷൻ ആയിരിക്കും, പ്രൊഫഷണൽ ആയിരിക്കും, ഭംഗിയായിട്ട് ചെയ്യാം. സാബിന്റെ ഫാമിലിയെ കുറിച്ചൊന്നും പറയാം. എനിക്ക് 2 മക്കളാണ്. ഒരാളിപ്പോൾ കോളേജിൽ ഇവിടെ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുകയാണ്, 2ാം വർഷം. മക്കളുടെ പേര് അലീന, കൊച്ചുമോള് അരീന, മോള് 10th പഠിക്കുകയാണ്, 10ാം ക്ലാസ്സിൽ. മക്കൾക്ക് ആർക്കെങ്കിലും അവർ രണ്ടുപേരും കലാപരമായിട്ട് അറിയാം. മോള് കുറച്ച് പാട്ടൊക്കെ പാടുമായിരുന്നു. അപ്പൊ അങ്ങനെ പാട്ട് പാടുന്ന കണ്ടുകൊണ്ട് ഞാൻ അവളെ പാട്ട് പഠിപ്പിക്കാൻ വിട്ടു. ഒരു 3-4 വർഷം പാട്ട് പഠിച്ചിട്ടുണ്ട്, ബേസിക് പഠിച്ചു. പിന്നെ പഠിത്തത്തിൽ കുറച്ച് നന്നായി ചെയ്യുന്നതുകൊണ്ട് വേറൊന്നിനും വിടാതെ പഠിത്തത്തിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. കൊച്ചുമോളും കുറച്ച് നാൾ കീബോർഡൊക്കെ ഒന്ന് പഠിച്ചായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല, നിങ്ങളല്ലേ, പഠിത്തം നമുക്ക് വളരെ പ്രധാനമാണല്ലോ. കല ഇനി വരും കാലങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ കല ചെയ്യണം, നമുക്ക് മനസ്സിന് സന്തോഷം, നമുക്ക് ഈ പറയുന്ന ഈ മയക്കുമരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോവാതെ. കാരണം ഇപ്പൊ നമ്മളെല്ലാം വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. പണ്ട് കൂട്ടുകാരൊത്ത് നമ്മൾ കളിക്കാൻ പോകുമായിരുന്നു, 4 മണി ഒക്കെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കളിക്കാൻ പോകുമായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ എൻഗേജ് ആയിരുന്നു. ഇപ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് അവർക്ക് ടെൻഷനാണ് ഇത്രയും കാര്യങ്ങൾ പഠിക്കുന്നതിനിടയ്ക്ക്. അപ്പോൾ അവർക്കൊരു റിലാക്സ് കിട്ടാനും ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മസ്റ്റായിട്ടും കുട്ടികളെ പഠിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നത്. കലാപരമായ എന്തെങ്കിലും കഴിവുകൾ. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു കലാകാരന്മാരുടെ മനസ്സെന്ന് പറയുന്നത് ഇത്തിരി എന്താ പറയുക, ഇച്ചിരി കരുണയും ദയയും കാരുണ്യൊക്കെ ഉള്ളതാണ്. വികാരങ്ങളെ മനസ്സിലാക്കാനും വികാരങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കലാകാരന്മാരെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ അങ്ങനെയാണ്, കുറച്ച് സോഫ്റ്റ് ആണ്. അതെ, മറ്റുള്ളവരുടെ വിഷമങ്ങൾ കാണുമ്പോൾ നമുക്ക് കരയാൻ തോന്നുക, മറ്റുള്ളവരുടെ ചിരിക്കാനും എല്ലാത്തിനും കൂടാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാകുമ്പോൾ എനിക്ക് തോന്നുന്നു മറ്റുള്ളവരെയൊക്കെ മനസ്സിലാക്കാനും അവരുടെ കൂടെ അവരെ സഹായിക്കാനും ഒക്കെ കഴിയുന്നവരായിട്ട് ഈ കല നമ്മളെ മാറ്റും ഒരു പരിധി വരെ എന്നുള്ള എൻ്റെ ഒരു വൈഫ് വീട്ടുകാരി. കാരണം ഞാനിങ്ങനെ യാത്രകൾ പേര് ബിനി. അപ്പം എന്താണ് വീട്ടുകാരിയാണോ? ഞങ്ങൾ രണ്ടുപേരും തിരുവല്ലക്കാരാണ്. എൻ്റെ പ്രോഗ്രാമും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഏഷ്യാനെറ്റിൽ വാൽക്കണ്ണാടി, കിരൺ ടിവിയിൽ ചിരിക്കുടുക്ക, അതൊക്കെ വൈഫിന്റെ സപ്പോർട്ടൊക്കെ ഈ പ്രോഗ്രാമൊക്കെ വരാറുണ്ട്. തീർച്ചയായിട്ടും. അവര് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫാമിലി എനിക്ക് ഫുൾ സപ്പോർട്ടാണ്. അതുകൊണ്ടാണല്ലോ നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്നത്. അതുപോലെ ഈ 6-ാം തമ്പുരാനിലെ ഒരു വളരെ മാസ്റ്റർ പീസ് ആയിട്ടുള്ളൊരു ഡയലോഗ് ഉണ്ടല്ലോ, ഒരു മോഹൻലാൽ പാടുന്ന ഒരു ഏറ്റവും വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു പാട്ടുണ്ടല്ലോ, ഹരിമുരളി. അതിന് മുൻപായിട്ട് പുള്ളിയുടെ ഒരു ഡയലോഗ് ഇൻട്രോ. അത് ആ കാലഘട്ടത്തിൽ എനിക്കൊന്ന് ചിത്രം മുതലാണ് ലാലേട്ടൻ ഒരു ഇൻട്രോ പറയുമായിരുന്നു. ഓരോ പാട്ടുകൾക്കും അദ്ദേഹത്തിന്റെ ഒരു ഇൻട്രോ വന്നിട്ട് ആ പാട്ടിലേക്ക് പോകുന്നത്. പാട്ട് പഠിക്കാനുണ്ടായ ഒരു പറയുന്ന ഒരുപാട് കൈയടികൾ നേടി. അത് ഞാൻ വേദികളിൽ ഒരുപാട് അവതരിപ്പിച്ചിട്ടുണ്ട്. ആ പാട്ടിന് മുമ്പ് പാട്ട് പാടുന്ന ആൾക്കാർ, ഞങ്ങൾ കൊച്ചിൻ SCL പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് മിമിക്സ് ഗാനമേള എന്ന് പറയുന്ന കലാരൂപമുണ്ട്. ഇൻസ്ട്രുമെന്റ് ഒന്നും ഉപയോഗിക്കാതെ കണ്ഠനാളങ്ങൾ കൊണ്ടുള്ള മ്യൂസിക് കൊടുത്തുകൊണ്ടുള്ള പാട്ട്. ഈ പാട്ട് ഹരിമുരളിയിലെ വന്ന പാട്ട് പാടുന്നതിന് മുമ്പ് ഞാൻ വേദിയിലേക്ക് കയറി ഈ ഡയലോഗ് പറയും. എന്തോ നല്ല ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു അത്. കൂടും കൂട്ടുമില്ലാത്ത പ്രവാസികളുടെ ജീവിതം. വെള്ളാരം കല്ലുകൾ ഉരുകുന്ന ഒരു വേനൽ പകലിൽ ഗ്വാളിയാറിലെത്തിച്ചു. ഗ്വാളിയാർ, മിയാറ്റാൻസിന്റെ ഗ്വാളിയാർ, ഖൊറാനകളുടെ ഗ്വാളിയാർ, ഗതകാല സ്മൃതികളിൽ ശവകുടീരങ്ങളുടെ മൗനം പേറുന്ന കൊട്ടാരങ്ങളിൽ ധ്രുപതിൻ്റെ വിറയാർന്ന വേദന കേൾക്കാൻ ചെവിയോർത്താൽ. ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം എന്ന മോഹവുമായി ചെന്നപ്പെട്ടത് ഒരു പഴയ സിംഹത്തിൻ്റെ പടയിൽ. ഉസ്താദ് ബാദുഷാ ഖാൻ.
സിംഹത്തിന്റെ നരവീണ കൺപോളകൾ ഉറക്കത്തിൽ ഉള്ളിൽ ഭാങ്കിന്റെ വെണ്ണിലാവ് കത്തുകയായിരുന്നു. ആവശ്യമറിയിച്ചപ്പോൾ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഒരു തെണ്ടിയുടെ ഓട്ടക്കീശയിൽ എന്തുണ്ട്? സംഗീതത്തിന്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ച അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് ദർബാർ രാഗത്തിൽ ഒരു കീർത്തനം പാടി മുഴുമിക്കും മുമ്പ് വിറയാർന്ന കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ചു. പിന്നെ സിരകളിൽ ഭാങ്കും സംഗീതവുമായി കാലം ഒരുപാട്. ഒടുവിൽ ഒരു നാൾ ഗുരുവിൻ്റെ കബറിൽ ഒരു പിടി പച്ചമണ്ണ് വാരിയിട്ട് യാത്ര തുടർന്നു. ഇന്നും തീരാത്ത പ്രവാസം. ശബരോങ്കി സിന്ദഗി ജോ കബി നഹി കദം ഹുവ ജാതി ഹേ. ഇതാണ് ഡയലോഗ്. ഇത് കഴിഞ്ഞിട്ട് ഹരി മുരളീരവദാസേട്ടൻ്റെ മനോഹരമായ ശബ്ദത്തിലൂടെ പാട്ട് ഗംഭീരം. ഇന്നത്തെ സിനിമയ്ക്ക് കഥ കുറവാണല്ലേ? ഇന്ന് കഥയുടെ ഒരു വീക്കായിട്ടുള്ള കഥയാണ്. ഇന്ന് ആൾക്കാർക്ക് സിനിമയെന്ന് പറയുന്നത് ഇന്ന് ഫുൾ, അതായത് അവർക്ക് കഥ കാണാനോ കഥയൊന്നും അതിനുള്ള ക്ഷമയില്ല. ആൾക്കാർക്ക് കണ്ട് ചിരിച്ച് പൊട്ടിച്ചിരിച്ച് പെട്ടെന്ന് വിട്ടുപോകണം. അല്ലാതെ ചിന്തിക്കാനോ കഥയെപ്പറ്റി അറിയാനോ അതിൻ്റെ അതൊന്നും അവർക്ക് വേണ്ട. അവർക്ക് കുറച്ച് നേരം രസിക്കണം. വെറും എൻ്റർടൈൻമെൻറ്റായി സിനിമകൾ മാറി. പണ്ടങ്ങനെ ആയിരുന്നില്ല. അതിനകത്തൊരു സന്ദേശം ഉണ്ടാവും, നല്ല കഥയുണ്ടാവും. നമ്മൾ ഒരിക്കലും ഇപ്പോഴും പഴയ സിനിമകളുടെ റിലീസ് എന്തുകൊണ്ടാണ് വരുന്നത്? ആ പഴയ സിനിമകൾ ഇപ്പോഴും പുതിയ തലമുറ പോലും കാണാൻ ആഗ്രഹിക്കുന്നു. തിയേറ്റർ റിലീസ് ചെയ്യുമ്പോൾ അത് പോയി കാണുന്നത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും അന്നത്തെ സിനിമകൾ അത്രയ്ക്ക് നല്ലതായിരുന്നു എന്നുള്ളത്. പഴയ സിനിമകളുടെ കഥ വളരെ സ്ട്രോങ് ആയിരുന്നു അല്ലേ? അത് നല്ലൊരു സ്റ്റോറി ഉണ്ടാവും, നല്ലൊരു മെസ്സേജ് ഉണ്ടാവും. സീൻ ബൈ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന എന്താണ് ആ ഒരു പ്രത്യേക രീതിയിൽ. ഇന്നത്തെ സിനിമകളിൽ ഒരു ത്രെഡിൽ നിന്നാണ് പോകുന്നത്. ഇപ്പൊ ഒരു ക്ലൈമാക്സ് വേണമെന്നില്ല, സന്ദേശം വേണമെന്നൊന്നുമില്ല. 2 മണിക്കൂർ ആൾക്കാർക്ക് ഇങ്ങനെ കണ്ടിരുന്ന് ആസ്വദിക്കാനുള്ളത് മതി. അത് ആ ഒരു രീതിയിലേക്ക് മാറി. കാരണം അത് മതി, ആൾക്കാർക്ക് അത് മതി. പുതിയ തലമുറ അതാണ് ആവശ്യം. സിനിമ അല്ലേ? പിന്നെ ഇടയ്ക്കും ഒക്കെ ചെറിയ നല്ല സിനിമകൾ വരുന്നുണ്ട്. തുടരും എന്ന് പറയുന്ന സിനിമ അല്ലേ, നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയെ മാറിയത്. സാബുവിന്റെ ഇനി ഫ്യൂച്ചർ പ്ലാൻ എങ്ങനെയാണ്? ഇത് തന്നെയാണ് നമ്മുടെ, ഞാൻ പറഞ്ഞ പുതിയ പ്രോജക്റ്റുകൾ വല്ലതും? ഇപ്പോ 2 സീരിയൽ പോകുന്നുണ്ട്. ഏഷ്യാനെറ്റിൽ ഒരെണ്ണം, അത് ചെമ്പനീർ പൂവെന്ന് പറഞ്ഞ സീരിയൽ ഏഷ്യാനിലെ ഏറ്റവും ഹിറ്റ് സീരിയലാണ്. പിന്നെ മഴവിൽ മനോരമയിൽ അർച്ചന ചേച്ചി LLB എന്ന് പറഞ്ഞൊരു സീരിയൽ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു സിനിമ പുതിയത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. സിദ്ദിഖ് സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന ഒരു ക്രൈം 302 എന്ന് പറയുന്ന ഒരു സിനിമ. ആ സിനിമയിൽ അദ്ദേഹത്തിനൊപ്പം സിദ്ദിഖിനൊപ്പം ഞാനൊരു പോലീസ് ഓഫീസറായിട്ട്, ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഒരു ഓഫീസറായിട്ട് ചെയ്യുന്നു. കൊണ്ടുപോയി ഒക്കെ ചെയ്യാറുണ്ട്. സാബു ഈ തൊണ്ട കൊണ്ട്, ശബ്ദം കൊണ്ട് മായാജാലം കാണിക്കുന്ന ആളാണ്. അതെ. സാബു നമ്മുടെ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നത് ഈ പല സിനിമ നടന്മാര്, ഫിലിം ആക്ടേഴ്സ് ശബ്ദം, അവരുടെ ഓരോ ഡയലോഗുകൾ പറഞ്ഞുണ്ടായാലും ഞാൻ തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് ബോറടിപ്പിച്ചില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ടെക്നിക്കൽ സൈഡ് ഇത് വിചാരിക്കരുത്. കാരണം ഈ മൈക്ക് ഇങ്ങനെ സിസ്റ്റം ഒന്നും ഇല്ലാതെ നമ്മളത് പ്രതീക്ഷിക്കും. എല്ലാവർക്കും മനസ്സിലാവും. ശബ്ദം മൈക്കിലൂടെ വരുമ്പോഴേ അല്ലെങ്കിൽ മിക്സറിലൂടെ അത് വലിയ ബോക്സിലൂടെ എത്തുമ്പോഴാണ് നമുക്കത് മാജിക്കിലേക്ക് എത്താം. അപ്പോൾ ഞാൻ സിനിമയ്ക്ക് വേണ്ടിയും സീരിയലിന് വേണ്ടിയും പരസ്യ ചിത്രങ്ങൾക്ക് വേണ്ടി കുറേ താരങ്ങളുടെ ശബ്ദം കൊടുത്തിട്ടുണ്ട്. അതിൽ ലാലേട്ടൻ്റെ കാര്യം പറഞ്ഞു, മമ്മൂക്കയുടെ കാര്യം പറഞ്ഞു, ശ്രീനിയേട്ടന് വേണ്ടി പരസ്യ ചിത്രം ഡബ് ചെയ്തിട്ടുണ്ട്, ജഗതി ചേട്ടന് വേണ്ടി ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്, ജഗതി ശ്രീകുമാറിന് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഭരത് മുരളി, നമ്മളെ വിട്ടുപോയ മുരളി ചേട്ടന് വേണ്ടി ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്, പിന്നെ ജനാർദ്ദനൻ സാറിന് വേണ്ടി സീരിയൽ ഡബ് ചെയ്തിട്ടുണ്ട്, മധു സാറിന് വേണ്ടി സീരിയൽ ഡബ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നും ഒരു സ്റ്റേജിൽ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, അതിൻ്റെ ഒരു ചെറിയ ഭാഗം അവതരിപ്പിച്ചുകൊണ്ട്. അതായത് മലയാള സിനിമയ്ക്ക് എന്നും വളരെ പ്രതിസന്ധിയാണ്. ഇന്നും സിനിമ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് 100 സിനിമ ഇന്ന് തിയേറ്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിലൊരു 5 സിനിമകൾ പോലും ലാഭകരമായി പോകുന്നില്ല എന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും മറ്റുള്ള ആൾക്കാരും പറയുന്നത്. തിയേറ്ററിൽ തന്നെ നമുക്ക് പോയാൽ അറിയാം, തിയേറ്ററിൽ ഇപ്പോൾ ആൾക്കാർ വളരെ കുറവാണ് സിനിമ കാണാൻ. അവർ മറ്റു മാർഗങ്ങളിലൂടെയാണ് കൂടുതലും സിനിമ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് നല്ല സിനിമയാണെന്ന് നോക്കട്ടെ, എന്നിട്ടത് ടെലഗ്രാം അതേപോലുള്ള പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ വരുമ്പോഴാണ് അവർ കാണാൻ ശ്രമിക്കുന്നത് നല്ല സിനിമ. പണ്ടങ്ങനെ ആയിരുന്നില്ല. ഏതൊരു സിനിമ വന്നാലും എല്ലാവരും തിയേറ്ററിൽ പോയി കാണും, അതൊരു ആഘോഷമായിരുന്നു. ആ കാലം മാറിപ്പോയി. അപ്പോൾ അതുകൊണ്ട് സിനിമയ്ക്കൊക്കെ ഭയങ്കര സാമ്പത്തികമായ പ്രശ്നങ്ങളിലൂടെയാണ്. അപ്പോൾ സിനിമയ്ക്ക് എല്ലാ കാലത്തും മലയാളത്തിൽ ഒരു പ്രതിസന്ധിയുണ്ട്. അപ്പോൾ ആ പ്രതിസന്ധി എന്താണെന്നുള്ളത് ഞാനൊരു പ്രോഗ്രാമായിട്ട് അവതരിപ്പിക്കാറുണ്ട്.
ആ പ്രതിസന്ധി എന്ന് പറയുന്നത് എൻ്റെ ഒരു ഭാവനയിൽ ഞാൻ കണ്ടെത്തിയത്, പണ്ടുള്ള താരങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അവർക്ക് അവരുടേതായ ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജ് വെച്ചിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ അത്തരം കഥാപാത്രങ്ങൾ വരാത്തത് കൊണ്ടാണ് ആ സിനിമകൾ പരാജയപ്പെടുന്നതാണ് അവർ പറയുന്നത്. അങ്ങനെയാണ് ഞാനത് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നത് നമ്മുടെ ഗായകൻ, മലയാളത്തിൻ്റെ ഭാവഗായകൻ ശ്രീ ജി വേണുഗോപാൽ അദ്ദേഹത്തിൽ തുടങ്ങി ജയനിൽ അവസാനിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഒരു 10-25ഓളം താരങ്ങൾ 1 to 1 ആയിട്ട് വരുന്നുണ്ട്. ഇത് ഞാൻ ഓഡിയോ മിമിക്രി ആയിട്ട് ചെയ്യുന്നുണ്ട്, സ്പോട്ട് ഡബ്ബായിട്ട് ഇപ്പോൾ അത് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ 2 രീതിയിൽ ആ പ്രോഗ്രാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ശകലം ഭാഗം നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചുകൊണ്ട് ഞാനത് നിർത്താം. എന്നെ ഇത്രയും നേരം കേട്ടതിന് എന്നെ സാറിനോട് പ്രത്യേകം നന്ദി പറയുന്നു. പ്രേക്ഷകരായ നിങ്ങളോട് നന്ദി പറയുന്നു. എല്ലാ ആശംസകളും ഈ ചാനലിൽ നേരുന്നു. അപ്പോൾ ഞാൻ തുടങ്ങാം. ഇപ്പോൾ മലയാള സിനിമയുടെ പ്രതിസന്ധിയെ പറ്റിയിട്ട് നമ്മുടെ മലയാളത്തിൻ്റെ ഭാവഗായകൻ ശ്രീ ജി വേണുഗോപാൽ സംസാരിച്ചു തുടങ്ങി. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഇവിടെ ഈ വേദിയിൽ ഞാൻ നിൽക്കുന്നത്. മലയാള സിനിമയുടെ വളരെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ മലയാള സിനിമയുടെ പ്രതിസന്ധി പരിഹരിക്കാനായിട്ട് ഇവിടെ ഒരുപാട് താരങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാവരും ചേർന്ന് നടക്കുന്ന ഒരു ചർച്ചയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ ചർച്ച കഴിയുന്നതോടുകൂടിയിട്ട് മലയാള സിനിമയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്നതിൽ യാതൊരു സംശയമില്ല. നമുക്ക് ആ ചർച്ച കേൾക്കാം. ആദ്യമായിട്ട് ഈ സംസാരിച്ചു കൊടുക്കുന്നത് നമ്മുടെ മധുസാറാണ്. പ്രിയമുള്ള സിനിമാ താരങ്ങളെ, മലയാള സിനിമയുടെ ഇന്നത്തെ ഈ പ്രതിസന്ധിക്ക് കാരണം മറ്റൊന്നുമല്ല, മലയാള സിനിമാ താരങ്ങളുടെ പേരിനൊരു പഞ്ചില്ല എന്നതാണ്. പണ്ടത്തെ നടന്മാരുടെ പേരുകൾ നോക്കൂ. മധു, പ്രേം നസീർ, സോമൻ, സുകുമാരൻ, ജയൻ, ഇങ്ങനെയുള്ള പേരുകൾ കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്കൊരു കോരിത്തരിപ്പായിരുന്നു. ഇന്നത്തെ പ്രമുഖ ഒരു നടൻ്റെ പേരാണ് നിവിൻ പോളി. പേര് കേൾക്കുമ്പോൾ തന്നെ പടം പൊളിഞ്ഞു എന്ന് ആൾക്കാർ തെറ്റിദ്ധരിച്ചാൽ കുറ്റം പറയാൻ പറ്റൂ. അപ്പം അതുകൊണ്ട് ആ മഹാനായ കലാകാരനോട് എനിക്കൊന്നേ പറയാനുള്ളൂ, പേരൊന്ന് മാറ്റിപ്പിടിക്കുക. നിവിൻ പോളിക്ക് പകരം നിവിൻ അടിപൊളി നാക്കൂ, പടം അടിപൊളിയായിട്ടുള്ളൂ. ഇത്ര മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. ഇനി മറ്റുള്ളവർക്ക് അഭിപ്രായങ്ങൾ പറയാം. മലയാള സിനിമ എങ്ങനെ പരാജയപ്പെടാതിരിക്കും, എങ്ങനെ നശിക്കാതിരിക്കും? മരങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുകയല്ലേ? മനസ്സിലായില്ല. ബസീർ സാർ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ല. മനസ്സിലാവാത്ത കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ മനസ്സോടെ പറഞ്ഞെങ്കിലേ മനസ്സിലാവൂ. എനിക്ക് മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കുക, ഈ മലയാള സിനിമയും മരങ്ങളും തമ്മിൽ എന്താ ഇത്ര ബന്ധം? മരങ്ങളുണ്ടെങ്കിലല്ലേ മരം ചുറ്റി പ്രേമം നടത്താൻ പറ്റൂ. മരം ചുറ്റി പ്രേമം ഉണ്ടെങ്കിലല്ലേ മലയാള സിനിമ വിജയിക്കൂ. പണ്ട് ഞാനും ജയഭാരതിയും ഷീലയും ഇവൻ ഒരുപാട് മരത്തെ കയറ്റിയതാ. ആ കാര്യമൊന്നും ഇവിടെ പറയണ്ട. മലയാള സിനിമയുടെ യഥാർത്ഥ പ്രതിസന്ധിക്ക് കാരണം എന്താണെന്ന് ഞാൻ പറയാം. പണ്ടൊരു സിനിമ എടുത്താൽ മതി, അതിൽ 3-4 ബലാത്സംഗങ്ങൾ വീതമുണ്ടായിരുന്നു. ഇന്നതുണ്ടോ? അന്യം നിന്നുപോയ കലാരൂപത്തെ തിരികെ കൊണ്ടുവരികയാണെങ്കിൽ മലയാള സിനിമ വിജയിക്കും. ഈ വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുത്തയാളായിരിക്കുന്ന ജനാർദ്ദനൻ, അവനൊക്കെ ഇപ്പൊ ട്രാക്ക് മാറി കോമഡിയല്ലേ കോമഡി. അയ്യോ എന്റെ പൊന്നിക്ക, ശരിയാ, പണ്ട് ഒരുപാട് ബലാത്സംഗ സീനിൽ അഭിനയിച്ചിട്ടുള്ളവരാ ഞാൻ. പക്ഷെ ഇപ്പൊ വയ്യ, പ്രായമായില്ലയോ, സ്റ്റാമിനയില്ല. തന്നെയുമല്ല, ഇപ്പോഴത്തെ കാലത്ത് ബലാത്സംഗം എന്ന് പറഞ്ഞ് പെമ്പിള്ളാരുടെ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാ. പണ്ടുള്ള പെമ്പിള്ളാരല്ല ഇപ്പം നല്ല മൂർച്ചയുള്ള കത്തിയുമായിട്ട് അവർ നടക്കുന്നത്. പണ്ട് തിരുവനന്തപുരത്ത് ഒരു സ്വാമിക്ക് പറ്റിയത് ഓർമ്മയില്ലയോ? അയ്യോ, അത് ഓർക്കുമ്പോ തന്നെ എനിക്ക് പേടിയാകുക. അത് ശരിയാ, ജനാർദ്ദനൻ ചേട്ടൻ അങ്ങനെ വല്ല മണ്ടത്തരവും കാണിച്ചാൽ ഡാഷ് കളഞ്ഞ് അണ്ണാനെ പോലെ നടക്കേണ്ടി വരും. അങ്ങനെ നമുക്ക് എന്തും. തീർച്ചയായിട്ടും വളരെ സന്തോഷം. എനിക്ക് നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് വളരെ നന്ദി. തീർച്ചയായിട്ടും. സബു ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ഞാൻ തിരുവനന്തപുരം താമസിക്കുന്നത്. ഒരു 20 വർഷത്തോളമായി തിരുവനന്തപുരംകാരനാണ്. 20 വർഷമായി. കലാജീവിതത്തിന്റെ പ്രധാനപ്പെട്ട സമയങ്ങളൊക്കെ ഇവിടെയാണ്. ഈ വിലയേറിയ സമയമൊക്കെ അല്പം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിൽ വളരെ നന്ദി. ശരിക്കും പറഞ്ഞാൽ ഈ സാറും അതേപോലുള്ള സാറിൻ്റെ ചാനലിൽ അതേപോലുള്ള പ്രേക്ഷകരാണ് ഞങ്ങളെയൊക്കെ വളർത്തുന്നതും ഞങ്ങളുടെ പ്രോഗ്രാം കാണുന്നതും ഞങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതും ഒക്കെ. അപ്പം നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല എന്നുള്ളതാണ്. എനിക്കത് തീർച്ചയായിട്ടും ഉൾക്കൊള്ളാൻ പറ്റും. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു കലാകാരനാണ് ഞാൻ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം, സഹായം ഉണ്ടാവണം, പ്രോത്സാഹനം ഉണ്ടാവണം.
അപ്പോൾ മൊസൈക്ക് ഇന്ത്യയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. സാറിനും ആശംസ. താങ്ക് യു വെരി മച്ച്. മൊസൈക്ക് ഇന്ത്യയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. സാബു തിരുവല്ല തിരുവനന്തപുരത്താണ് താമസം. അദ്ദേഹം വൺമാൻ ഷോ വളരെ ഭംഗിയായി ചെയ്യുന്ന ഒരു നല്ല അനുഗ്രഹീത കലാകാരനാണ്. അദ്ദേഹത്തിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. മൊസൈക്ക് ഇന്ത്യയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സാബുവിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് സാബു തിരുവല്ലയെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി താമസിയാതെ തിരികെ എത്താം. ദിസ് ഇസ് രാധാകൃഷ്ണൻ കുട്ടൂർ സൈനിങ് ഓഫ് ഫ്രം മൊസൈക്ക് ഇന്ത്യ. താങ്ക് യു. താങ്ക് യു. Mosaic India, a mirror to memorable musings. Macni Lockint. Optimistic. Zestful. Awesome. Inspirational and courageous. Let's explore together.